നമ്മൾ ഇന്നലെയും 1,50,000 പേർക്ക് ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റുകൾക്കുള്ളിൽ ഈ 1,700 രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന ടെസ്റ്റ് റിസൾട്ടുകളും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂട്ടുമ്പോഴേക്ക് ഈ തരത്തിൽ നടക്കുന്ന കച്ചവടം ചെയ്യപ്പെടുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ടുകളും ഉൾപ്പെടും എന്നാണ് സാമാന്യമായും ധരിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ വൻതോതിൽ ടെസ്റ്റ് വിൽപ്പന നടക്കുകയും പല സോഴ്സിലൂടെ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിന് അവസരമൊരുക്കി കൊടുത്തത് എന്നതോർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തോന്നുന്നു. ഒരു പകർച്ചവ്യാധി നിയന്ത്രണത്തിന് നാം പ്രാഥമികമായി പാലിക്കേണ്ട ചില നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകളെ എങ്ങനെ ലംഘിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമാണ് ഈ 1.5 ലക്ഷം ടെസ്റ്റുകൾ നടത്തുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു കേരള മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അവർ പറഞ്ഞത് 60,000 പേർക്ക് കഷ്ടിച്ച് ഈ ടെസ്റ്റ് നടത്താവുന്ന ഒരു സജ്ജീകരണമേ ഇവിടെ ഉള്ളൂ. അത് തന്നെ വസ്തുതയല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അത് ഈ ബുദ്ധിസ്ഥിരതയുള്ള ആരും യോജിക്കുകയില്ല. ഇവിടെ കേരളത്തിൽ അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞതിന് ആധികാരികമായിട്ട് അതിന് പറയാൻ ശേഷിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പൂനെയിൽ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 1000 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലയിടത്തും സ്ഥാപിച്ചു. അപ്പോൾ കേരളത്തിൽ ഈ 1.5 ലക്ഷം ഈ ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ എത്ര ടെസ്റ്റ് കിറ്റുകൾ അതിനുവേണ്ടി ഉപയോഗിക്കണം, എത്ര ടെസ്റ്റുകൾ നടത്തണം, ആ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയുള്ള സജ്ജീകരണം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചെറുകിട ലാബുകളും ആശുപത്രി ലാബുകളും ഒക്കെ ഇതിന് സുസജ്ജരാണ് എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയുള്ള വിശിഷ്ട വൈദഗ്ധ്യം അവർ നേടിയെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ് ഇതെന്ന് നിങ്ങൾ പറയുമ്പോൾ, ഒരു പകർച്ചവ്യാധിയാണ് ഇത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആക്യുറസ് ഒരു ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നിങ്ങൾ കണക്കാക്കുമ്പോൾ അതിന് വലിയ മാനദണ്ഡമായിട്ട് കണക്കാക്കുമ്പോൾ ദി കറക്റ്റ്നെസ് ഓഫ് ഇറ്റ്, അതിൻ്റെ കൃത്യത എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. ആ കൃത്യത ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനാർക്കി എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയേക്കാളും അപകടകരമാണ്. ആ ഒരു അരാജകത്വം, ഇപ്പോൾ പകർച്ചവ്യാധിയിൽ എന്താ ഉണ്ടാകുന്നത്, നമുക്ക് പിടിച്ചാൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആൻഡ് അതൊരു അരാജകമായൊരു സ്ഥിതിവിശേഷമാണ്. ആ അരാജകമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എക്സസ്സാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വയറ്റിൽ ഉൾക്കൊള്ളുന്നതിനേക്കാളും ഏറെ നിങ്ങൾ കഴിക്കുകയും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഈ അസൗകര്യങ്ങൾ ഉണ്ടാകുകയും ഒരുപക്ഷെ നിങ്ങളൊരു കോളറ പേഷ്യൻ്റ് ആയി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എക്സസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ മണ്ഡലത്തിൽ ഒരു കോളറയുടെ അവസ്ഥയിലാണ് നമ്മൾ. എക്സസ് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ രോഗാവസ്ഥ, ഒരു രോഗാതുരമായ അവസ്ഥയിലാണ് നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് 4-ാം തീയതിക്ക് ശേഷം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് പിന്നീട് കാണാം എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, വിമർശനമൊന്നും ഉന്നയിക്കുന്നില്ല. കാരണം നമ്മുടെ ജനത ഇത്തരം അതിക്രമങ്ങൾ ജീവിതത്തിൻ്റെ ശീലമാണ് എന്ന് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനെതിരെ ശബ്ദിക്കാൻ
ഇവിടെ എത്രയോ മാധ്യമങ്ങളുണ്ട്. ഒരു മലയാള പത്രത്തിലെങ്കിലും എന്താണ് ഈ ടെസ്റ്റിൻ്റെ ആക്യുറസി? നിങ്ങൾ 1.5 ലക്ഷം ടെസ്റ്റ് നടത്തുമ്പോൾ ഹൗ ഡു യു അസർട്ടൈൻ ദി ആക്യുറസി? നിങ്ങളത് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? അങ്ങനെ ആക്യുറസി ഉറപ്പുവരുത്താനാകാത്ത ഒരു ടെസ്റ്റുകളുടെ പാരാവാരം ദിവസവും നമുക്ക് ഇങ്ങനെ സൃഷ്ടിച്ചു തരുന്ന ഒരു പ്രത്യേക സംവിധാനം. ഈസ് ഇറ്റ് എ മെഡിക്കൽ സിസ്റ്റം? ഇതിനൊരു മെഡിക്കൽ സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുമോ? ആധിക്യം, അതായത് വേണ്ടതിലധികം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഉൾക്കൊള്ളാനാവുന്നതിലധികം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പ്രാഥമികമായി നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ പ്രാഥമികമായിട്ട് വരുന്നത് ഈ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നതാണ്. ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതായത് ഒരു ക്വാണ്ടിറ്റി, നമ്മൾ പറഞ്ഞില്ലേ, അളക്കാനുള്ള നമ്മുടെ അളവുകൾ, നമ്മുടെ അളവ് പാത്രങ്ങൾ, ആ അളവ് പാത്രങ്ങളെ തള്ളിയിട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ കുത്തൊഴുക്കുകൾ ഉണ്ടാകുമ്പോഴേക്ക് ഈ അളവ് പാത്രങ്ങൾ ഒഴുകിപ്പോവുകയും നമുക്ക് അളവ് അസാധ്യമായി തീരുകയും ആ അസാധ്യമായ അളവിനെ നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പത്രം ഇതിൻ്റെ ആക്യുറസിയെ ചോദ്യം ചെയ്തു. ഇവിടെ ഒരു മെഡിക്കൽ വിദഗ്ധനും ഇതിൻ്റെ ആക്യുറസിയെ ചോദ്യം ചെയ്യുന്നില്ല കേരളത്തിൽ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സവിശേഷത. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെസ്റ്റിൻ്റെ ആക്യുറസിയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമേ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറസ് ഇൻഡക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കിറ്റ് പരീക്ഷണത്തിന് ഇറക്കിയത് CDC ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്ന് മനസ്സിലാക്കണം. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കിറ്റ് അമേരിക്കൻ ജനങ്ങളുടെ മേൽ പ്രയോഗിക്കാനും പരീക്ഷിക്കാനും തയ്യാറായത് CDC എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും ഉന്നതമെന്ന് വിചാരിക്കുന്ന, ലോകത്തെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഈ സങ്കേതമാണ്. അത് നമ്മൾ ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമുക്ക് ബ്രിട്ടനിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇൻ എ ബിഡ് ടു റാമ്പ് അപ്പ് ഇറ്റ്സ് ഫൈറ്റ് അഗൻസ്റ്റ് ഡെഡ്ലി കൊറോണ വൈറസ്, ദി UK ഹാസ് പ്രെഡ്സ് ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടെസ്റ്റ്. എല്ലായിടവും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ UK-യും ചെയ്തു, നമ്പർ ഓഫ് ടെസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. However, laboratories across Britain might receive the COVID-19 test kits later than expected, as the key components which were ordered from the countries found contaminated with coronavirus itself. എന്താണ്? ബ്രിട്ടനിൽ അവരിത് മാറ്റിവെച്ചു. നമ്മളെക്കാളും വളരെ ചെറിയൊരു രാജ്യമാണ്, ബലഹീനമായ ഒരു രാജ്യമാണ് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഈ തരത്തിൽ പറഞ്ഞില്ലേ, അവിടെ വന്നിട്ട് CDC പറയുന്നു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തമ്പുരാക്കന്മാർ പറയുന്നു, നിങ്ങളിത് ഈ ടെസ്റ്റ് എവിടെയും വ്യാപിപ്പിക്കണം എന്ന് പറയുകയാണ്. പറഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ അവർ ഇത് പോസ്റ്റ്പോണ്ട് ഇറ്റ്. എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓവർസീസ് നമ്മൾ പുറത്തുനിന്ന് വരുത്തിയതിൽ അത് ഇൻഫെക്റ്റഡ് വിത്ത് കൊറോണ വൈറസ് ഇറ്റ് സെൽഫ്, നിങ്ങൾ പറയുന്ന കൊറോണ വൈറസ് കൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ബ്രിട്ടീഷ് റിപ്പോർട്ട്സ്, ദിസ് റെവലേഷൻ കംസ് ആസ് ക്വസ്റ്റ്യൻസ് സറൗണ്ട് ദി മിനിസ്റ്റേഴ്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ചീഫ്സ് ഓവർ ബ്രിട്ടൻസ് കപ്പാസിറ്റി ടു ക്യാരി ഔട്ട് ടെസ്റ്റ് ഇൻ എ ലാർജർ കപ്പാസിറ്റി ലൈക്ക് സൗത്ത് കൊറിയ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിലെ രണ്ട് പ്രധാന വില്ലന്മാരെന്ന് പറയുന്നത് സൗത്ത് കൊറിയയും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമാണ്. നമുക്കറിയാം, ഇവിടെ ആദ്യം ഈ പറഞ്ഞതുപോലെ ആൻറ്റിജൻ ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ സപ്ലൈ നമുക്ക് കിട്ടിയത് സൗത്ത് കൊറിയ എന്നാണ്. പിന്നെ നമുക്കറിയാം, ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് ഈ തരത്തിലുള്ള ടെസ്റ്റ് കിറ്റുകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി തുടങ്ങി, ആൻറ്റിബോഡീസ് ടെസ്റ്റ് നടത്തി, അതിൻ്റെ പേരിൽ കലഹമുണ്ടായി, അതിൻ്റെ പേരിൽ കോടികളുടെ നഷ്ടപരിഹാരം കൊടുത്തു, അത് കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ വന്ന ആൻറ്റിജൻ കാർഡുകൾ, അത് യാതൊരു പ്രയോജനമില്ല എന്ന് കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ടുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ 1,50,000 ടെസ്റ്റുകൾ നടത്തുമ്പോൾ
ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ ആ പ്രിയപ്പെട്ട സഹാക്കളെ പറ്റി സംസാരിച്ചതാണ്. അവരെ വേദനിപ്പിക്കാനോ അവരെ അവമാനിക്കാനോ ചോദിക്കുന്നതല്ല. അവർ ഡോക്ടർമാരാണെങ്കിൽ, നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞു 60,000 ടെസ്റ്റ് ഇവിടെ ചെയ്യാനുള്ള സജ്ജീകരണം ഇവിടെ ഉണ്ട്, ഞാനത് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അവിടെ നിങ്ങൾ എങ്ങനെയാണ് 1,50,000 ടെസ്റ്റ് നടത്തുക? 1,50,000 ടെസ്റ്റ് നിങ്ങൾ അവിടെ എങ്ങനെയാണ് നടത്തുക? 60,000 പോലും നടത്താനുള്ള സജ്ജീകരണങ്ങളില്ലാത്ത ഈ കേരളത്തിൽ നിങ്ങൾ എങ്ങനെയാണ് 60,000 ടെസ്റ്റ് നടത്തുക? അല്ല, 1,50,000 ടെസ്റ്റ് നടത്തിയിട്ട് 38,000 പേരെ അല്ലെങ്കിൽ 39,000 പേരെ നിങ്ങൾ ടെസ്റ്റ് പോസിറ്റീവും ആയതിനാൽ രോഗികളും എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങളും ഡോക്ടർമാരാണല്ലോ, വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, 30 പേര് കൊള്ളുന്ന ഒരു ക്ലാസ് റൂമിൽ 300 പേരെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 60,000 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിനുള്ളിൽ നിങ്ങൾ 1,50,000 ഇത് ദ്രാവകം അങ്ങോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് എക്സീഡ്സ് ആൾ ലിമിറ്റ്സ് ആൻഡ് ദർ ഇസ് നോ കൺട്രോൾ, ദർ ഇസ് ടോട്ടൽ അനാർക്കി, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദി എഫേർട്ട് ഈസ് സാബട്ടാഷ്ഡ്. നിങ്ങൾ എന്താണോ ശ്രമിച്ചത് അതിൻ്റെ വിപരീത ഫലം ഉണ്ടായിരിക്കുന്നു. ആ വിപരീത ഫലത്തെയാണ് നിങ്ങൾ പോസിറ്റീവ് റേറ്റ്, കേരളത്തിൻ്റെ പോസിറ്റീവ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അല്ല എന്ന് സ്ഥിരപ്രജ്ഞയുള്ള ഒരാളെ കൊണ്ട്, അത് വൈദ്യശാസ്ത്രം പഠിച്ചവനൊന്നും ആകണ്ട, അതായത് അളവിൽ കൊള്ളാത്തത് അത്രയും ഒഴിച്ചു കൊടുത്താൽ അളവിൻ്റെ പാത്രം മറിഞ്ഞു പോകുമെന്നും, അളവിൻ്റെ പാത്രത്തെയാണ് നമ്മൾ ഈ ടെസ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ആ അളവിൻ്റെ പാത്രം മറിഞ്ഞു പോകുമെന്നും, അതുകൊണ്ട് ആ ടെസ്റ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് ശിഥിലമായി പോകുമെന്നും തകർന്നു പോകുമെന്നും, പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഉച്ഛിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ വൈകുന്നേരം നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓർത്ത് ലജ്ജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്നുമില്ലെങ്കിൽ പറഞ്ഞില്ലേ, പ്രാഥമിക വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾ കണക്ക് പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ കണക്ക് പഠിച്ചിട്ടുണ്ട്, അളവുകളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, തൂക്കങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അളവും ഗുണവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെപ്പറ്റി മാർക്സ് പറയുന്നുണ്ട്. എങ്ങനെയാണ് വേറൊരു അവസ്ഥയിലോട്ട് മാറുന്നത്? രോഗാതുരമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഒരു 60,000 ഒരു ക്യാൻവാസ് അവിടെ വച്ചിരിക്കുകയാണ്, 60,000 വരെ അത് ഉൾക്കൊള്ളാൻ വേണ്ടി. അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാകുകയും ഒരു അനാർക്കി ഉണ്ടാകുകയും അത് വളരെ നെഗറ്റീവായിട്ട് തീരുകയും ചെയ്യുന്നത് അതിൽ നിങ്ങൾ 1,50,000 ലിറ്റർ നിറയ്ക്കുമ്പോഴാണ്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇതൊരു മഹത്തായ നേട്ടമാണെന്നും, അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നും പറയുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ പൊതു ഖജനാവിൻ്റെ അടി തോണ്ടുന്ന ക്രൂരമായ പ്രവർത്തനം കൂടിയാണ്. പറഞ്ഞല്ലോ, 5 കോടിയോളം രൂപ ചിലവാക്കിയാണ് ആൻറ്റിജൻ ടെസ്റ്റ് കാർഡ് വാങ്ങിയത്. അതിനേക്കാൾ ചിലവുള്ളതാണ്. അതായത് ജനങ്ങളെ പിഴിയുന്ന ഒരു ഭാഗത്ത്, നമ്മുടെ ഖജനാവിനെ അട്ടിമറിക്കുന്നു. നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ട് അശാസ്ത്രീയവും അരാജകവും ജനദ്രോഹപരവുമാണ്. അതങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ എല്ലായിടവും ആളുകളെ പിടിച്ചു കെട്ടുമെന്നും, എല്ലാവരെയും 2 മാസ്ക് ധരിപ്പിക്കുമെന്നും, എല്ലാവരെയും വിലക്ക് നിർത്തുമെന്നും, എല്ലാവരെയും ഫൈനടിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ദിവസം ഓരോ പ്രസ്താവന ഇറക്കുന്ന. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നലെ തന്നെ വന്ന റിപ്പോർട്ട്, TV-യിൽ വന്ന റിപ്പോർട്ട് എന്താണ്? പുതിയ ഇനം വൈറസുകളെ PCR ടെസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് ഇല്ല, അത്രയേ ഉള്ളൂ. PCR ടെസ്റ്റിൽ ഈ ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ് ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു. അത് പഴയ വൈറസിനെ പറ്റൂ. ഇപ്പോൾ പുതിയ വൈറസുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആളുകൾക്ക് അല്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അത് അവർ സാധാരണ ഡോക്ടർമാരെ കണ്ട് പരിഹരിക്കുന്ന പോലെ പരിഹരിച്ചോളും. പക്ഷേ നിങ്ങളൊരു PCR ടെസ്റ്റ് നടത്തിയിട്ട് PCR ടെസ്റ്റിന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഈ
പറഞ്ഞില്ലേ വൈറസുകൾ ഉണ്ടായിരിക്കുന്നു. PCR ടെസ്റ്റ് കൊണ്ട് ഈ പുതിയ തരം വൈറസുകളെ കണ്ടെത്താൻ കഴിയുമോ എന്നൊരു സംശയം കൂടെ പ്രകടിപ്പിക്കുകയാണ്. ആൻഡ് യു ആർ ലിവിങ് ഇൻ അൺസർട്ടനിറ്റീസ്. അതായത് മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്ന ഒരു അരാജകത്വത്തിൻ്റെ മധ്യത്ത് നിന്നുകൊണ്ട് ഒരു കൊടിമരം പോലെ ഞാൻ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ. എൻ്റെ സുഹൃത്തെ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളോട് ഞാൻ ഹൃദയം തുറന്ന് പറയണം, നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ യാതൊരു അർഹതയുമില്ല. നിങ്ങൾ ആ ശശിധരൻ സാറിനെയോ ജേക്കബ് ടി ജോണിനെയോ ശേഷാദ്രിയോ മറ്റോ പിടിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കുക. അല്ലെങ്കിൽ പറഞ്ഞില്ലേ, ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യന്മാരെന്ന് പറയുന്ന ആ ഇമ്മ്യൂണിറ്റിയെ പറ്റി അറിയാവുന്ന ആൾക്കാരിവിടെ ഉണ്ട്. അവരുടെ എല്ലാം കൂടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുക. അതിന് പകരം നിങ്ങൾ ദിവസവും ഇത് ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് വ്യക്തിപരമായൊരു വൈരാഗ്യത്തിൻ്റെ പ്രശ്നം. എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തീവ്രമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ ഒറ്റുകാരനാണ്, 100% ഒറ്റുകാരനാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ പറയുകയല്ല. ഞാനിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, എവിടെയും നിങ്ങളെ ഞാൻ ഒറ്റുകാരനെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ജോൺ ബ്രിട്ടാസിനെ പോലെ തന്നെയുള്ള ഒരു ഒറ്റുകാരനാണ്. ആ ഒറ്റ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് നിങ്ങളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു രോഷം എനിക്ക് നിങ്ങളോടുണ്ട്. പക്ഷേ ഞാനത് ഇവിടെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ക്രൂരമായ അഭ്യാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് പ്രധാനം. അതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണമെന്ന് മാത്രമാണ് പറയുന്നത്. ടെസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ജെനുവിനായിട്ട് നിങ്ങൾക്ക് ഈ തരത്തിൽ രോഗാന്വേഷണത്തിനും ഡയഗ്നോസിസിനും ഉപകരിക്കാവുന്ന ടെസ്റ്റുകളെ നിങ്ങൾ പ്രയോഗിക്കാവൂ. അങ്ങനെ ഉറപ്പുവരുത്താവുന്ന ടെസ്റ്റുകൾ മാത്രമേ നിങ്ങൾ പ്രയോഗിക്കാവൂ. എല്ലായിടവും ഓരോ നെഗറ്റീവ് പോസിറ്റീവ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഇതെന്തോ ജീവിതത്തിലെ ഒരു കച്ചവടമായിട്ട് കൊണ്ട് നടക്കുകയും നമ്മുടെ കയ്യിലും കാലിലും ഈ പറഞ്ഞില്ലേ ഈ ടെസ്റ്റ് നടത്തുന്ന ഒരു കയ്യിലും കാലിലും വന്ന് തട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് തീർച്ചയായും ഗുണകരമല്ല. അത് ജനദ്രോഹപരമാണ്. അതിനുവേണ്ടി നിങ്ങൾ സാധുക്കളായ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നും പറഞ്ഞില്ലേ, അതിൻ്റെ ആ കാണിക്കുന്ന ക്രൂരതയുടെ ഒന്നും ആ ആഴം നമുക്ക് അളന്നു പറയാനാവില്ല. അവരെ കൊണ്ടങ്ങനെ ചെയ്യിക്കരുത്. അവർ വളരെ കമ്മിറ്റഡായിട്ട് ചെയ്യുന്നു, എന്തോ ലോകത്തെ രക്ഷിക്കാനാണെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ അവർ ഇല്ലാത്ത രോഗം ഇവിടെ ഉണ്ടാക്കുകയും ഇല്ലാത്ത ഭയം ഇവിടെ ഉണ്ടാക്കുകയും ജനങ്ങളെ ചങ്ങലക്കിടാൻ വേണ്ടി ചങ്ങലകൾ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ഉപജാപത്തിൻ്റെ കരുക്കളായി മാറുകയാണ് എന്നുള്ളത് അവരറിയുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പറഞ്ഞില്ലേ, ഇതിന് ഞാനിപ്പോൾ ബ്രിട്ടൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഇന്നലെ ഓവർസീസിൽ ഈ തരത്തിൽ ഇൻ്റർപോൾ പറഞ്ഞിരിക്കുന്നു ഈ തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ടെസ്റ്റ് കിറ്റ്സ് ആർ ഫ്ലോട്ടിങ് എവ്രിവയർ അറ്റ് ദി ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറഞ്ഞത് ഇൻ്റർപോളാണ്. അത് പിണറായി വിജയൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പേരുച്ചരിക്കാൻ കൊള്ളാതെ ഞാൻ ഒരു മനുഷ്യൻ ആവശ്യമില്ലാതെ കുറേ അധികം എടുത്ത് ഉദ്ധരിച്ചു. എൻ്റെ ഈ സുരക്ഷാ മിഷൻ ഡയറക്ടർ, അത് നമ്മൾ ഒന്ന് തള്ളിക്കളയേണ്ടുന്ന ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ആരുടെയും ഇതല്ല. ഇൻ്റർപോൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ CBI പറഞ്ഞിരിക്കുന്നു, സംസ്ഥാനങ്ങൾ ഈ കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. കേരള സംസ്ഥാനം എത്ര പരിശോധിച്ചു? ഈ തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നതിനെപ്പറ്റി എത്ര പരിശോധിച്ചു? നമ്മൾ ചെയ്യാനുള്ളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പറയില്ലേ, മോഹനം വൈദ്യം വ്യാജനാണെന്ന് പറയും. പക്ഷേ ഈ ചെയ്യുന്നതെല്ലാം വ്യാജമാണോ, അത് ഒറിജിനലാണോ, ഇത് ചെയ്യാൻ ശേഷിയുള്ളവരാണോ, അതിനുവേണ്ടിയുള്ള ശിക്ഷണം ലഭിച്ചിട്ടുള്ളവരാണോ, കിട്ടുന്ന ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് വൈകുന്നേരമാകുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഒരു വലിയ ആപത്തിനാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ
ആ 2 3 മാസ്ക് ഉപയോഗിക്കുക, നമ്മുടെ അകലം കൃത്യമായി പാലിക്കുക, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയും കാലും വൃത്തിയായി കഴുകിക്കൊണ്ടേയിരിക്കുക, വേണമെങ്കിൽ അതൊന്ന് മോന്തിക്കൊള്ളൂ എന്ന് അത് പറയാനായിട്ട് പുറത്തിറങ്ങരുത്, കഴിയുന്നതും വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, അടയിരിക്കണം എന്ന് പറയാൻ വേണ്ടി ദിവസവും വൈകുന്നേരം ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരിയോട് പറയുന്നത്, നിങ്ങൾക്കിതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു ക്രിമിനലായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളൊരു ഭരണാധികാരി, അങ്ങനെ ആർക്കും ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗോധ്രയിലൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാളും പങ്കുലമായ ചരിത്രമുള്ള ഭരണാധികാരികളുണ്ടാകും. ഇപ്പോഴത്തെ കേരളം മരിക്കുന്നുവെങ്കിൽ ആ മരണത്തിൻ്റെ ചോര കൊണ്ട് രക്തപങ്കിലമായ ഒരു മുഖമാണ് നിങ്ങളുടെ. ഇത്രയും രക്തപങ്കിലമായ ഒരു ഭരണകർത്താവിൻ്റെ മുഖം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, കൊല്ലുക എന്ന് പറയുന്നത് വെട്ടിക്കൊല്ലാം, പക്ഷേ ഭയപ്പെടുത്തി കൊല്ലുകയും നിരാലംബതയുടെ ഈ അടിത്തട്ടിലേക്ക് ആളുകളെ തള്ളി വീഴ്ത്തിക്കൊണ്ട് അവർക്ക് മേൽ ചവിട്ടിക്കയറി നിന്നുകൊണ്ട് നിങ്ങൾ വീട്ടിനുള്ളിൽ അടങ്ങിയിരുന്നു കൊള്ളണമെന്ന് പറയുകയും, നിങ്ങൾ സംസാരിക്കരുതെന്ന് പറയുകയും, നിങ്ങൾ കൂട്ടം കൂടരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുവാൻ നിങ്ങളിവിടെ എന്ത് ഗവേഷണമാണ് നടത്തിയത്? ഞാനിപ്പോഴും പറഞ്ഞ അതേപടി നിൽക്കുകയാണ്. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാല മുതൽ നിങ്ങളുടെ പിണറായിയിൽ നടത്തിയ താരനിശ ഉൾപ്പെടെയുള്ള ഈ ആൾക്കൂട്ടങ്ങളുടെ മുഴുവൻ സീക്വൻസസ് നിങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തമ്മിൽ കൂടുന്നത് കൊണ്ടോ മാസ്ക് ഉപയോഗിക്കാത്തത് കൊണ്ടോ ഇവിടെ ഇതിൻ്റെ സ്പ്രെഡ് ഉണ്ടായി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു സാമ്പിൾ സ്റ്റഡി കേരളത്തിൻ്റേതായിട്ട് നടത്തിയിട്ട് കള്ളമായിട്ടെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതുപോലും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ അതിന് ആധാരമായിട്ടുള്ള വസ്തുതകളുണ്ടാകണം. ആ വസ്തുതകളില്ലാത്തിടത്തോളം കാലം മുഖം മൂടി ധരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ആളുകൾ കൂട്ടം കൂടിയിട്ടുള്ള ഒരു തകരാറും സംഭവിച്ചില്ല. ഏപ്രിൽ 6-ാം തീയതി ഒരാൾ വളരെ നന്നായിട്ട് കൂട്ടം കൂടി, മുഖം മൂടി ധരിച്ചും മുഖം മൂടി ധരിക്കാതെയും കൂട്ടം കൂടി. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വർദ്ധിക്കുന്നത്. മനുഷ്യൻ സാമാന്യ ബുദ്ധിയില്ലേ? നിങ്ങൾ 2000 പേരെ പരിശോധിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് 200 പേർക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ 1000 പേർക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. 50% ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രോഗികളുടെ എണ്ണം 1000 ഉള്ളൂ. പക്ഷേ നിങ്ങൾ 1.5 ലക്ഷം പേരെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് റേസ് ചെയ്ത് പോവുകയാണ്. അളവിൻ്റെ പാത്രം അസ്ഥിരപ്പെടുകയാണ്. പിന്നെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റിനൊന്നും യാതൊരു കഥയുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദിവസം 1.5 ലക്ഷം പേരെ പരിശോധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത, അതിന് വേണ്ട യാതൊരു സജ്ജീകരണം ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ 1.5 ലക്ഷം പേരെ ദിവസം പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇൻഫെക്റ്റഡ് ടെസ്റ്റ് കിറ്റ്സ് അന്തർദേശീയമായി ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ബ്രിട്ടനെ പോലുള്ള ഒരു രാജ്യം അത് കണ്ടെത്തിയിട്ട് അവിടെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി ടെസ്റ്റിൻ്റെ എണ്ണം എത്ര കുറഞ്ഞാലും ഇത് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചു കാലം അത് നിർത്തിവെക്കാൻ തയ്യാറായി. ഇവിടെ അങ്ങനെ യാതൊന്നുമില്ല. ഇത് കണ്ടിന്യൂ ചെയ്യും. എന്താണ് ഏപ്രിൽ 4 മുമ്പ് ഈ പറഞ്ഞ ഈ കച്ചവടത്തിൻ്റെ ഒരു സ്റ്റേജ് ഉറപ്പിക്കണം, അല്ല ഏപ്രിൽ 2 മുമ്പ്, മെയ് 2 മുമ്പ്. അത്രയേ ഉള്ളൂ. ഒരു കടും വെട്ടിൻ്റെ ബാക്കി പിന്നെ 2-ാം തീയതിക്ക് ശേഷം ആകട്ടെ. ഇവിടെ കൊണ്ട് വെച്ച് അവസാനിപ്പിക്കാൻ പറ്റിയാൽ നല്ലത് എന്ന് നിങ്ങൾ കരുതുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാണമില്ലാതെ നിങ്ങൾ 1.5 ലക്ഷം പേരെ ഇന്നും പരിശോധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പറയാൻ യാതൊരു അവകാശവുമില്ല. നിങ്ങൾ ജനങ്ങളുടെ മുഖത്ത്, ഈ പറഞ്ഞ കോടിക്കണക്ക് ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് നിങ്ങൾ വാ തുറക്കുമ്പോൾ.
1,50,000 പേരെ പരിശോധിച്ചു എന്നും 39,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നും പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ്. നിങ്ങൾ ഇല്ലാത്ത രോഗം ഇവിടെ ഉണ്ടാക്കി, ഇല്ലാത്ത സ്ട്രെസ് ഇവിടെ ഉണ്ടാക്കി, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ മുഴുവൻ ഡാമേജിങ് ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനെ നിങ്ങൾ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ജനതയുടെ ശാരീരികമായ ഇമ്മ്യൂണിറ്റി പവറിന് ഒരു വലിയ ആഘാതം ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിൽ ജനങ്ങളുടെ ഇമ്മ്യൂണിറ്റി തകർത്തുകൊണ്ട്, സ്വാസ്ഥ്യം തകർത്തുകൊണ്ട്, നമ്മുടെ സ്വാഭാവികമായ ഇമ്മ്യൂണിറ്റി പവറിനെ നിങ്ങൾ തകർക്കുമ്പോൾ ഈ പരവശമായ, നമ്മൾ പറഞ്ഞില്ലേ, ആളുകളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജനതയെ നിങ്ങൾ നിന്ദിക്കുക മാത്രമല്ല, ജനതയെ നിങ്ങൾ അർത്ഥപ്രാണനാക്കി തീർക്കുകയാണ്. അത് ഒരു ഭരണാധികാരിയും ചെയ്തുകൂടാത്തതാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പഞ്ചായത്തുകളിൽ ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞിട്ട് കേരളത്തിലാകെ ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും അധികം ബഹുമാനം ഇപ്പോൾ തോന്നുന്നത് തിരുവനന്തപുരം സിറ്റി മേയറാണ്. ആ കുഞ്ഞിനോടാണ് എനിക്ക് ഏറ്റവും അധികം ബഹുമാനം തോന്നുന്നത്. കാരണം ആ കുട്ടി അതിൻ്റെ യജമാനന്മാർ എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വികസനത്തിൻ്റെ ഒരു ദീപസ്തംഭം പോലെ നമ്മൾ തൈക്കാട് ശ്മശാനത്തെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിലുണ്ടായ ദുരന്തം പോലെ ഒരു 10-60 ഇങ്ങനെ ഈ ഒരു ക്രിമറ്റോറിയത്തിൽ വന്നതിന് ശേഷം ഒരു ക്രിമേഷൻ 10-60 പേരുടെ ക്രിമേഷൻ ഇങ്ങനെ പലയിടത്തായിട്ട് കത്തിക്കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുണ്ടാകും. പക്ഷേ നമ്മുടെ മേയർ പറഞ്ഞു, COVID-19 സംബന്ധിച്ച് എത്ര മരണങ്ങളുണ്ടായാലും, നേരത്തെ പറഞ്ഞതുപോലെ എത്ര രോഗികളുണ്ടായാലും നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുവേണ്ടിയുള്ള ബെഡുണ്ട്, വെൻറ്റിലേറ്ററുണ്ട്, ഓക്സിജനുണ്ട്. അതുപോലെ എത്ര മരണങ്ങളുണ്ടായാലും ഇപ്പോൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ വാക്സിൻ വാങ്ങാൻ വേണ്ടി ആളുകൾ നിരനിരയായി നിൽക്കുന്നത് പോലെ ഇനി കുറേ കഴിയുമ്പോൾ ശവശരീരങ്ങളും തൈക്കാട് ശ്മശാനത്തിന് പരിസരത്ത് ശവശരീരങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. അവർ കിടക്കുകയായിരിക്കില്ല, എണീറ്റ് നിൽക്കുകയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ്ക് ഉണ്ടെങ്കിൽ ഏത് ശവശരീരത്തിനും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. എന്നിട്ട് ക്രിമറ്റോറിയത്തിൽ പ്രവേശിക്കുമ്പോൾ മാസ്ക് മാറ്റിയിട്ട് മൂക്കിൽ 2 പഞ്ഞി വെച്ചിട്ട് നിൽക്കും. അതായത് മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിൻ്റെ ഈ വിധിവാക്യങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ചൊരു കൊച്ചു പെൺകുട്ടി, വളരെ നിഷ്കളങ്കയായ ഒരു കൊച്ചു പെൺകുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ വലിയ തോതിൽ, അതാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ തോതിൽ, അത് പണം സമ്പാദിക്കുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് ആ വലിയ തോതിലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വലിയ തോതിൽ മരണങ്ങൾ ഉണ്ടാവും എന്ന് നാം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മരിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. വലിയ തോതിൽ നമുക്ക് മരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ തരത്തിൽ എത്ര ശവശരീരങ്ങൾ നിരയായി ആംബുലൻസിൻ്റെ സഹായമില്ലാതെ എനിക്കൊരിടം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ക്രിമറ്റോറിയമാണോ വേണ്ടത്? നിങ്ങൾക്ക് ചന്ദന വിറകെടുക്കുന്ന ഒരു ചിതയാണോ വേണ്ടത്? അതല്ല നിങ്ങൾക്കൊരു കബറിടമാണോ വേണ്ടത്? അതല്ല നിങ്ങൾക്ക് ഒരു കുരിശുനാട്ടിയ ശവപ്പെട്ടിയാണോ വേണ്ടത്? ഇതൊക്കെ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനവും അവരവരുടെ അഭിരുചികളനുസരിച്ച് മരിക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കുന്ന മരണകാഹളം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മരണത്തിൻ്റെ ദൂതൻ, മരണത്തിൻ്റെ സർവാധികാരി
എല്ലാ ദിവസവും നിങ്ങളോട് നിങ്ങൾ ഇപ്പോൾ മരിക്കും, ഇപ്പോൾ മരിക്കും, ഇപ്പോൾ നിങ്ങളെ ഞാൻ ലോക്ക്ഡൗണിനകത്താക്കും എന്ന് ദിവസവും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോത്തിൻ്റെ മുകളിൽ കയറി എല്ലാ ദിവസവും ജനമനസ്സിൻ്റെ ദുസ്വപ്നമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടി അതിനറിയാവുന്ന ഭാഷയിൽ അത് എഴുതി വയ്ക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ആ സത്യസന്ധതയെ ബഹുമാനിക്കാൻ തോന്നിപ്പോകും. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരുവനന്തപുരം മേയറോട് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഭരണാധികാരികൾ ദിവസം പ്രതി 4000 പേർ രോഗാതുരരായി തീരുമെന്നും അതിലൊരു വലിയ വിഭാഗം മരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ മരണപ്പെടുത്താനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ വളരെ പ്രശാന്തമായ മരണം, ആ മരണത്തിന് അവരെ ശവമടക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം സജ്ജീകരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്താണ് ചെയ്യുവാനുള്ളത്? അതുകൊണ്ടാണ് പണ്ട് ഞാനൊരു കവിത എഴുതിയപ്പോൾ അതിൽ 2 വരികളാണ്. മകനെ ശവപ്പെട്ടി വിൽപ്പനക്കാരൻ്റെ വരവായി അവന് വഴിയൊരുക്കിയിടുക. മകനെ ശവപ്പെട്ടി വിൽപ്പനക്കാരൻ്റെ വരവായി അവനു വഴിയൊരുക്കിയിടുക എന്ന് അത് ഒരു കവിതയിലെ 2 വരികളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് യുദ്ധം നടത്തിയപ്പോൾ എഴുതിയതാണ്. അപ്പോൾ ഇപ്പോൾ അതൊരു റിയാലിറ്റി ആയിട്ട് മാറുകയാണ്. ശവപ്പെട്ടി വിൽപ്പനക്കാരൻ എന്ന് പറയുന്ന ആളും ഈ ഫേക്ക് ടെസ്റ്റ് കിറ്റ് വിൽപ്പനക്കാരനും തമ്മിൽ യാതൊരു അന്തരവുമില്ല. ശവപ്പെട്ടിക്ക് കിട്ടുന്ന ലാഭത്തെക്കാളും കൊടിയ ലാഭം കൈപ്പറ്റുന്ന ടെസ്റ്റ് കിറ്റ് വിൽപ്പനക്കാരൻ്റെ വരവായി, അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളൊരു ദുരന്തത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടും എന്ന് നമ്മൾ ആലോചിക്കുന്നു. സ്വാഭാവികമാണ്. നഗരസഭയുടെ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് വേണ്ടത് പരമാവധി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ അവരെ അടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്മശാനവുമാണ് എന്ന് ആ കുട്ടി പറയുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഇദ്ദേഹം മാസ്ക് ധരിക്കുന്നതിനെപ്പറ്റി വളരെ കർശനമായിട്ടുള്ള വാശി പിടിക്കുന്നുണ്ട്. 2 വാക്സിനേഷനും കഴിഞ്ഞാലും പോസിറ്റീവായി തീരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പോസിറ്റിവിറ്റിയുടെ ആ ഒരു എന്താണ് അതിൻ്റെ സാങ്കത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലും എവിടെയൊക്കെ ഏതോ ഡോക്ടർമാർ 2 ഡോസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി ഈസ് എ മിത്ത്. കാര്യം ചോദിച്ചാൽ ഈ കൊറോണ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും എക്സാജറേഷൻ ഇല്ലാതെ പറയുകയാണ്. പണ്ട് സദ്ദാമിനെ US ഇമ്പീരിയലിസം ആക്രമിക്കുമ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞ എന്താണ്? സദ്ദാമിൻ്റെ കയ്യിൽ രാസായുധങ്ങളുണ്ട്. ആ രാസായുധങ്ങൾ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ആ രാസായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഭരണാധികാരിയെ കീഴടക്കാൻ വേണ്ടിയാണ് നമ്മൾ സദ്ദാമിനെ ആക്രമിക്കുന്നത്, ഇറാഖിനെ ആക്രമിക്കുന്നത്, ഇറാഖിലെ ജനങ്ങളെ തകർക്കുന്നത്. അതിൻ്റെ ന്യായീകരണമാണ് അയാളുടെ കയ്യിൽ രാസായുധമുണ്ട്. അവസാനം സദ്ദാമിനെ പിടികൂടി, സദ്ദാമിനെ വധിച്ചു. എവിടെ രാസായുധം? സദ്ദാം ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെതിരില്ലാതാകുന്നു. നിങ്ങളുടെ ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഓരോ അടയാളങ്ങളും നിലംപതിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു വ്യാജ കാരണമുണ്ടാക്കുന്നു. എന്താണ്? ഒരു ദുരന്തം, ഒരു മർഡർ, അതിനുവേണ്ടി ഒരു വ്യാജ കാരണമുണ്ടാക്കുന്നു. കൊന്നതിന് ശേഷം നിങ്ങൾക്ക് രാസായുധം കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങളൊരു ജൈവായുധം കണ്ടെത്തിയിരിക്കുന്നു. ലോക ജനതയെ
ഹിംസിക്കുവാൻ ഒരു വലിയ നരഹത്യയുടെ ടാർഗറ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ആയുധം ഇവിടെ ഉണ്ട്, ആരോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ, നിങ്ങൾ ചുമച്ചാൽ, നിങ്ങളൊന്ന് തുമ്മിയാൽ, നിങ്ങൾക്കൊരു തലവേദന വന്നാൽ, നിങ്ങൾക്ക് പുറത്തൊരു ചൊറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയ ആയുധം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഒരു പകർച്ചവ്യാധിയുടെ ആയുധം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വേട്ടയാടുകയാണ്. അവസാനം നമ്മൾ ഒടുങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ചത്തും ജീവിച്ചും ചത്തും നമ്മുടെ അർത്ഥപ്രാണമായ ഒരു ജീവിതാവസ്ഥയിലൂടെ നമ്മളല്ലാതായിത്തീരുമ്പോൾ അപ്പോൾ പറയും ഞാനിതാ ഈ ഒളിച്ചിരുന്ന കൊറോണ വൈറസിനെ ഞാൻ സമൂലം ഇല്ലാതാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ല എന്നേ പറഞ്ഞുള്ളൂ, രാസായുധം കണ്ടെത്തിയില്ല. ഇവിടെയും നമ്മളിതിനെ കണ്ടെത്തുന്നില്ല, ആരും കാണുന്നില്ല. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതിൽ തന്നെ സംശയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മെനിങ്ങാമത്തെയും ഇന്നലത്തെയും കണക്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ 39,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ട് 21,000 പേർക്ക് രോഗമുക്തി സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിൽ അത്രയ്ക്ക് മോർട്ടലായിട്ടുള്ള ലീതലായിട്ടുള്ള ഒരു 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 സംഭവം ആരെങ്കിലും ഒളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ശരീരത്തിൽ ഒളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഭയന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴോ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബ് എൻ്റെ ശരീരത്തിലുണ്ട് എന്ന് ജനങ്ങൾ ഭയന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോംബും അവിടെ ഒരു രാസായുധവുമില്ലായിരുന്നുവെന്നും അത് നിങ്ങളെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു യുക്തിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, 39,000 പേർക്ക് രോഗമുണ്ടെന്ന് പറയുകയും, രോഗമുണ്ടെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് എ ഡയഗ്നോസിസ്. എന്നിട്ട് രോഗമില്ലാത്ത ആളുകളെ രോഗമുക്തരാക്കാൻ യാതൊരു പാടുമില്ല. രോഗമില്ലായിരുന്ന പിണറായി വിജയൻ രോഗമുക്തനായതെങ്ങനെയാണ്? പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ രോഗമില്ലായിരുന്നു എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. അദ്ദേഹം രോഗമുക്തനാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അദ്ദേഹം ഒളിച്ചുകൊണ്ട് നടന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തെളിഞ്ഞു, ആരും ഒന്നും ഒളിച്ചുകൊണ്ട് നടക്കുന്നില്ല, ഒരു രോഗവും ആരും ഒളിച്ചുകൊണ്ട് നടക്കുന്നില്ല. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രോഗവും ആരും വിളിച്ചുകൊണ്ട് നടക്കുന്നില്ല. ഇത് പറയുന്നത് CDC ആണ് എന്നുള്ളത് കൊണ്ട് CDC എൻ്റെയും നിങ്ങളുടെ അപ്പനല്ല എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ശാസ്ത്രീയത എന്ത് എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ RT-PCR ഒരു കഥ പറയുമ്പോഴത്തേക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ സ്പൈക്ഡ് ആയിട്ടുള്ള ഈ സാധനം അങ്ങ് മാറിയെന്നും RT-PCR അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുമൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതെ, നമ്മൾ അപകടം ഒളിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഓരോരുത്തരുടെയും ഈ ശരീരത്തിനുള്ളിൽ നമ്മൾ ഈ തരത്തിലൊരു അണുവിനെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അണു ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് കിറ്റിൽ കൂടി നിങ്ങൾക്ക് അണുബാധ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വാലാട്ടിക്കൊണ്ട് അവർ ചെയ്യുന്ന വൈകൃതങ്ങളെയൊക്കെ ഈ കേരളമെന്ന് പറയുന്ന പ്രബുദ്ധ ചരിത്രമുള്ള മനസ്സുള്ള ഒരു ജനതയുടെ നെഞ്ചിലേക്ക് ചവിട്ടിയിറക്കുന്ന ഈ പ്രാകൃതമായ അഭ്യാസത്തോട് ഇന്ന് എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല എങ്കിൽ നാളത്തെ ഒരു കുഞ്ഞു തലമുറ, ഒരുപക്ഷെ ഈ ആര്യ രാജേന്ദ്രൻ ഒരു 10, 20, 30 വർഷം കൂടി കഴിയുമ്പോൾ ആര്യ രാജേന്ദ്രനെങ്കിലും തിരിച്ചറിയും, ഇത് വലിയൊരു നരഹത്യയുടെ ഒരു പ്രമാണമാണ്. ഇത് ഒളിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, പണ്ട് പറഞ്ഞില്ലേ ബിൻ ലാദൻ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കുറേ രാജ്യങ്ങളെ ആക്രമിച്ചു. രാസായുധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കുറേയധികം ആളുകളെ ആക്രമിച്ചു. ഇപ്പോൾ അവരുടെ ടേബിളിൽ നിന്ന് തന്നെ അവർ ഒരു വൈറസിനെ ഉണ്ടാക്കി അവരുടെ രാജ്യത്തേക്ക് വിട്ടു, ഇൻ്റർനാഷണലായിട്ട് ഫ്ലോട്ട് ചെയ്തു. എന്നിട്ട് ഈ വൈറസ് എല്ലായിടവും ഉണ്ട്, നമ്മളൊക്കെ അതിനെ ഒളിച്ചു വയ്ക്കുന്നവരാണ്, അതുകൊണ്ട് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നമ്മൾ സഫർ ചെയ്ത് നമ്മളെ തന്നെ പരിശോധിച്ച് നമ്മളെ തന്നെ വിവശരാക്കുന്നു. ഒടുവിൽ
ഈ പറഞ്ഞില്ലേ, നിങ്ങൾ ആവശ്യപ്പെട്ട മരണങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ കണക്ക് കൂട്ടുന്ന മരണങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള രീതിയിൽ മൃതപ്രായമായൊരവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അർദ്ധജാഗരാവസ്ഥയിൽ കാണുന്ന സ്വപ്നങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ വാക്സിനേഷന് വേണ്ടി അങ്ങനെ കൂട്ടം കൂടി വരുന്ന, അല്ലെങ്കിൽ വരിവരിയായി നിൽക്കുന്നവർ, അവർ ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചിരിക്കുന്നവരാണോ, അവർ മാസ്ക് വലിച്ചു മാറ്റിയാൽ അവരുടെ മൂക്കിൽ പഞ്ഞിയുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ നമ്മൾ ഈ തരത്തിൽ സഞ്ചരിക്കുകയും ഈ ജീവിക്കുകയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ അടയ്ക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ജന്മങ്ങളാണ് എന്നുള്ളൊരവസ്ഥ നമുക്ക് സംജാതമായിരിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല. കാരണം നിങ്ങൾ ചങ്ങലകൾ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, നിങ്ങളെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരാരാച്ചാർ, ഒരു ശവപ്പെട്ടി വിൽപ്പനക്കാരൻ, ഒരാരാച്ചാർ, ഒരു ശവപ്പെട്ടി വിൽപ്പനക്കാരൻ, അയാളുടെ ശബ്ദമാണ്, അയാളുടെ നിർദ്ദേശങ്ങളാണ്, അയാളുടെ അഭിജ്ഞയുടേതായിട്ടുള്ള ആക്രോശങ്ങളാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ, ശവപ്പെട്ടി വിൽപ്പനക്കാരൻ അവൻ്റെ തനത് രൂപത്തിൽ എന്നെയും നിങ്ങളെയും സമീപിച്ചിരിക്കുന്നു. ശവപ്പെട്ടി ഇതാ തയ്യാർ എന്ന് കുമാരി ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. വിൽപ്പനക്കാരൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഇനി ആരാച്ചാർ എങ്ങനെയാണ് പതിയെ പതിയെ നമ്മുടെ കഴുത്തിൽ കുരുക്കുമുറുക്കുന്നതെന്ന് അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദിവസം 1.5 ലക്ഷം പേരെ തകർത്തുകൊണ്ട്, അതായത് ഇൻഫെക്റ്റഡ് ആയതോ അല്ലാത്തതോ ആയ ഒരു ടെസ്റ്റ് നടത്തി നമ്മളല്ലാതാക്കി മാറ്റിക്കൊണ്ട്, സമൂഹത്തെ തകർത്തുകൊണ്ട്, സമൂഹത്തിന് മേൽ ഞാനിതാ അജയ്യനായി ഉയർന്നു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷത്തിൽ ഇത് ആരാച്ചാര്യരുടെ ലോകമാണ്. ഒരാരാച്ചാർ നമുക്കുണ്ടായിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആരാച്ചാർ, കേരളത്തിൻ്റെ സ്ഥിരപ്രജ്ഞയുടെ ആരാച്ചാർ, കേരളത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ ആരാച്ചാർ നമുക്കുണ്ടായിരിക്കുന്നു. അതാരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതാ നമ്മുടെ സങ്കല്പത്തിൽ പോത്തിൻ്റെ പുറത്ത് കയറി അവൻ വരുന്നു, പോത്തിൻ്റെ കുളമ്പടികൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. പോത്തിൻ്റെ കുളമ്പടികൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അയാളുടെ കയ്യിൽ കയറുണ്ട്, കാലൻ്റെ കയറുമായി ആരോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അയാളുടെ പോത്തിൻ്റെ കുളമ്പടികൾ ഞാൻ കേൾക്കുന്നു. അയാളുടെ കണക്ക് പുസ്തകം, കാലൻ്റെ കണക്ക് പുസ്തകം എല്ലാ വൈകുന്നേരവും അയാൾ നിവർത്തി വായിക്കുന്നു. എത്ര പേരെ ജീവനോട് മൃതപ്പെടുത്താനും മൃതിയിൽ ജീവിക്കുന്നവരാക്കി തീർക്കാനും കഴിയുമെന്നതിൻ്റെ കണക്ക് പുസ്തകം, അയാളുടെ സാമർഥ്യത്തിൻ്റെ കണക്ക് പുസ്തകം അയാൾ ദിവസവും നിവർത്തി വായിക്കുന്നു. അതുകൊണ്ട് ഞാനിതൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതല്ല, ഇത് കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മാത്രം പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് വേറെ ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മാസ്ക് ഞാൻ ധരിക്കാം. മാസ്ക് എനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് ധരിക്കണം. നമ്മൾ ഈ തരത്തിൽ ഒരു വലിയ ഭീകരമായൊരു വൈറസിനെ ശരീരത്തിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്നവരായതുകൊണ്ട് നമ്മൾ ടെസ്റ്റിന് വിധേയരാകണമെങ്കിൽ വിധേയരാകാം. മാസ്ക് ധരിക്കാം, മാസ്ക് ധരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. കൂട്ടം കൂടിയാൽ, ഒരു സുഹൃത്തിനെ കണ്ട് ചിരിച്ചാൽ, എൻ്റെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ പറയുന്നില്ലേ ഈ രോഗാണു അല്ലെങ്കിൽ ഈ വൈറസ് എൻ്റെ കൂട്ടുകാരനോട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് കൂട്ടങ്ങൾ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിനെ തെളിയിക്കുന്ന യാതൊരു ഇൻവെസ്റ്റിഗേഷനും നടന്നിട്ടില്ല. മാസ്ക് ധരിക്കുന്നവർ ഇത്ര പേരുണ്ട്, മാസ്ക് ധരിക്കാത്തവരാണ് ഇത് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ
എന്താണ് ഇൻഫെക്റ്റഡ് എന്ന് നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയുടെ റൂട്ട് മാപ്പ് നിങ്ങൾ തയ്യാറായി, എന്തോ നാസർ എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. അയാൾ പോയ വഴികളിലൂടെ എല്ലാം നിങ്ങൾ സഞ്ചരിച്ചിട്ട് എന്തായിരുന്നു ഫലം? ഒരുപാട് റൂട്ട് മാപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കി. ആ റൂട്ട് മാപ്പുകളിലൂടെയൊക്കെ പോയപ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ റൂട്ട് മാപ്പ്, ഇറ്റലിയിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അവർക്കിതുണ്ടാകും എന്നുള്ളൊരു സംശയത്തിന്മേൽ അവരുടെ മേൽ നടത്തിയ അഭ്യാസങ്ങൾ, അതൊരു 100% മിസ്ഡയഗ്നോസിസ് ആയിരുന്നു. കാരണം നിങ്ങൾ അവർക്കെന്തെങ്കിലും വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചികിത്സയാണ് നടത്തിയിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. നിങ്ങളുടെ ഈ മുൻവിധി, ഇറ്റലിയിൽ ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് വരുന്നവർ ഇത് കൊണ്ടുവരും എന്ന് പറയുന്ന നിങ്ങളുടെ മുൻവിധി കാരണം നിങ്ങൾ അവരുടെയും റൂട്ട് മാപ്പ് ഉണ്ടാക്കി, ഒരുപാട് പേരുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കി. ഇന്ന് 39,000 പേരുടെയും റൂട്ട് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ പലരുടെയും റൂട്ട് മാപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നിങ്ങളൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയെങ്കിൽ ആ റൂട്ട് മാപ്പിലൂടെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. ഇന്നയാൾ രോഗബാധിതനായിരുന്നു, അയാൾ ഇവിടെയൊക്കെ പോയിരുന്നു, അവിടെയൊക്കെ തന്നെ ഇതുണ്ടായിരുന്നു. എന്താ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ മണ്ണിൽ ഈ തരത്തിലുള്ള നിഷ്കൃഷ്ടമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പിങ്ങും പരിശോധനയും നടത്തിയിട്ട് എന്തായിരുന്നു ഫലം? പൂജ്യമല്ലായിരുന്നു ഫലം. അങ്ങനെ ഒരാൾക്ക് രോഗമുണ്ടായി എന്ന് പറഞ്ഞ് ഒരു ഗ്രാമമാകെ നിങ്ങൾ പരിശോധിച്ചിട്ട് രോഗത്തിൻ്റെ ഒരു തരിമ്പ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മിഥ്യയായിരിക്കുന്നുവെന്നും, ഈ ഇലക്ഷൻ കാലത്തുണ്ടായ ആ ബഹളത്തിൽ നിന്ന് പോലും ഒരു വ്യാപനമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇപ്പോൾ പറയുന്ന ഈ വ്യാപനം എങ്ങനെയാണ്? നമ്മൾ ദിവസം 500 പേരെ പരിശോധിച്ചുകൊണ്ടിരുന്നതിൻ്റെ സ്ഥാനത്ത് 1,50,000 പേരെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിലുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നിങ്ങൾ സാമൂഹ്യ വ്യാപനമെന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോഴും ദിവസം 50 പേരെ മാത്രമേ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവരൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഭയവുമായിട്ട് ചെന്ന് ഇതിൻ്റെ കാര്യമില്ല, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഡോക്ടർമാരെ, ആയുർവേദ ഡോക്ടർമാരെയോ ഹോമിയോ ഡോക്ടർമാരെയോ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മാസ്ക് കൊണ്ടും ആൾക്കൂട്ടം കൊണ്ടും ഇതുണ്ടായി എന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കെപ്പോഴും ആ സ്ഥലം ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നും തുടങ്ങി അവസാനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താരനിശ അതുവരെയുള്ള സംരംഭങ്ങൾ മുഴുവനും നിങ്ങൾ നിഷ്കൃഷ്ടമായി പരിശോധിക്കുകയാണെങ്കിൽ, ഈ സാമൂഹ്യ വ്യാപനം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വ്യാപനം ഉണ്ടായത് ഇലക്ഷൻ കൊണ്ടൊന്നുമല്ല. ഇലക്ഷൻ ഇല്ലാത്ത മഹാരാഷ്ട്രയിലുണ്ടായി, ഗുജറാത്തിലുണ്ടായി, പഞ്ചാബിലുണ്ടായി, ഹരിയാനയിലുണ്ടായി, സെക്കൻഡ് വേവ് ഉണ്ടായി. നമ്മൾ പറഞ്ഞില്ലേ, ദിവസം എത്ര ലക്ഷക്കണക്കിനാണ് ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മരണത്തിൻ്റെയും നിരക്കിൽ വർധനവുണ്ടാകുന്നു, ആളുകൾക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണമാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മുടെ ചാനലുകൾ കാണിക്കാത്തൊരു ദൃശ്യം ഇപ്പോഴും ഉണ്ട്. ഡൽഹിയിൽ ഇപ്പോഴും കുറേ അധികം, ഇപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു അതിപ്പോൾ 6 മാസം തികയാറാന്ന് തോന്നുന്നു, നടക്കുന്ന കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ അവർ പറയുന്നു നമുക്ക് മാസ്ക് ധരിക്കുക ബുദ്ധിമുട്ടാണ്, നമുക്ക് മാസ്ക് ധരിക്കാൻ, അവർ പേടിച്ചിരിക്കുകയാണ്. മാസ്ക് ധരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മാസ്ക് ധരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അതിൽ മിക്കവാറും വരുന്ന ഈ സിഖ് ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്നവരാണ്. അവർ നേരത്തെ ഈ ടർബനും ഇതുമെല്ലാം കെട്ടുന്നവരാണ്. പിന്നെ സ്ത്രീകളും അവരുടേതായിട്ടുള്ള തരത്തിലുള്ളൊരിതുണ്ട്, അവർക്ക് അവരുടേതായ ചില കവറിങ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ N95 മാസ്കും ധരിക്കാൻ പറ്റില്ല. അവരവിടെ ജീവിച്ചിരിപ്പുണ്ട് സുഹൃത്തേ. നിങ്ങൾ മാസ്ക് ധരിക്കാതെ അവർ കൂട്ടം കൂടി ജീവിക്കുന്നവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട് സുഹൃത്തേ. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂട്ടം കൂടി ജീവിക്കുന്നത് ആരാണ് കൂട്ടം കൂടി ജീവിക്കുന്നത്? അതിഥി തൊഴിലാളികളാണ്. അവരവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അവരവിടെ ജീവിച്ചിരിപ്പുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്.
അവർ 6 അടി അകലെ നിന്നല്ല അവർ ജീവിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു റൂമിനുള്ളിൽ പറഞ്ഞില്ലേ 10-12 പേര് ഒരു വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ 6 അടി അകൽച്ച എന്നുള്ള ഒരു സിദ്ധാന്തം അവിടെ പാലിക്കാൻ കഴിയുകയില്ല. 1-ാം വരവിലും 2-ാം വരവിലും ഇപ്പോൾ പറഞ്ഞില്ലേ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ച ഭീകരൻ വന്നതിന് ശേഷവും അവരിവിടെ ജീവിച്ചിരിപ്പുണ്ട് കുഞ്ഞുങ്ങളെ. ആദ്യം അവർ കുറേ പേര് ഭയന്ന് ഇവിടെ നിന്ന് പോയെങ്കിലും അവശേഷിക്കുന്നവർ ഇപ്പോഴും അവരായി തന്നെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാസ്ക് നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. മാസ്ക് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ 2 മാസ്ക് ധരിക്കണമെന്ന് പറയുമ്പോൾ ഒരു മാസ്കിൻ്റെ മുകളിൽ മറ്റൊരു മാസ്കും കൂടെ ഇട്ട് ജീവിതം സുരക്ഷിതത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഒരു സുരക്ഷിതത്വവുമല്ല. നിങ്ങളുടെ മനസ്സിൽ മാസ്ക് കച്ചവടം എന്ന് പറയുന്നത് ഈ കമ്പോളത്തിലെ ഏറ്റവും, അതായത് N95 മാസ്ക് ആരാ ഇറക്കിയത്? ആരാ സർവ്വവ്യാപകമാക്കിയത്? അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? CDC അല്ലെന്ന് പിണറായി വിജയൻ പറയുമോ? അതിൻ്റെ വ്യാപനം, അതിൻ്റെ കച്ചവടം പല ഏജൻസികളും ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ N95 മാസ്ക് ധരിക്കണമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. നിർദോഷമായിട്ടാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴും അദ്ദേഹത്തോട് സ്നേഹം തോന്നുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നിർദോഷമായിട്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞിലെ അഹങ്കാരവും ഞാനാണിതെല്ലാം എന്നുള്ള ആ ഭാവവും അതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ തമാശയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതൊരു വലിയ അത്യാഹിതത്തിന് കാരണമായി തീരുമ്പോൾ മാത്രമാണ് എൻ്റെ സ്വരം കടുക്കുന്നത്, സ്വരം വിങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തോട് ശകാര സ്വഭാവമുള്ള ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ നിർദോഷമായിട്ടായിരിക്കാം പറയുന്നത്, എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ കച്ചവട താല്പര്യമുണ്ട്. അതായത് 2 ഡോസ് വാക്സിന് എടുത്തതിന് ശേഷം എങ്ങനെയാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ തലതൊട്ടപ്പനായ CDC അവിടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വരാം. ഞാനിപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ ഒരു 1-2 ഗവേഷണങ്ങൾ മാസ്കിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി 1-2 ഗവേഷണം, ഒന്ന് ഇന്ത്യയിൽ ഉള്ളിലും ഇന്ത്യക്ക് പുറത്തും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇത് പകർത്തിയെടുത്തതാണ്. പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോൾ അവർ അബ്രപ്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ കണ്ടീഷൻസ് വയ്ക്കുന്നുണ്ട്. അതിലവർ WHO CDC ഒക്കെ കോട്ട് ചെയ്യുന്ന ഒരു വളരെ വിപുലമായ ലേഖനമുണ്ട്. അതിനകത്ത് വളരെ ഈ വേറെ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇന്ത്യൻ ഓട്ടോ ലാരിങ്കൽ ഹെഡ് നെക്ക് സർജറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ പബ്ലിഷ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ വിശദവിവരങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഇഫക്ട്സ് ഓഫ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഫേസ് മാസ്ക് ഓൺ ഹെൽത്ത് കെയർ വർക്കർ ഇൻ ടെറിഷറി കെയർ ഹോസ്പിറ്റൽ ഡ്യൂറിങ് COVID-19 പാൻഡമിക്. ഇതിൻ്റെ ഡേറ്റ് ഇപ്പോഴത്തെ റിവൈസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 2021 മാർച്ച്, 2020 സെപ്റ്റംബർ 25 പബ്ലിഷ് ചെയ്തതാണ്. ടെറിഷറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡറിയും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്ന ആസന്നമായിട്ടുള്ള രോഗികളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഒരു പ്രൊലോങ്ഡായിട്ട് ഫേസ് മാസ്ക് ധരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് ഇതിൽ കാണും, ഇന്ത്യൻ ഓട്ടോ ലാരിങ്കൽ ഹെഡ് നെക്ക് സർജറി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനുണ്ട്. അതിൽ അവർ തുടർച്ചയായിട്ട് ജേണലുണ്ട്. അതിൽ തുടർച്ചയായിട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊസീഡ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിൾസാണ്. അതിൽ അവർ ചില സാമ്പിളുകളെടുത്ത് ഈ മാസ്ക് എങ്ങനെയാണ് പ്രൊലോങ്ഡായിട്ട് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ എന്ന് പഠിക്കാനൊരു ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് 250 ഹെൽത്ത് വർക്കേഴ്സിനെ അവർ പരിശോധിക്കുന്നു. 250 ഹെൽത്ത് വർക്കേഴ്സിന് 176 ഫീമെയിൽസും 71 മെയിൽസുമാണ്. അതിൽ 48.8% പേര്
ജനറൽ നേസൽ ഡിസ്കംഫർട്ട്, അതായത് മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് മൂക്കിൽ ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നത്. അതായത് ഒരു പ്രൊലോങ്ഡായിട്ട് ധരിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ, ഇപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ധരിക്കാറേയില്ല. അതിനിപ്പോൾ പിണറായി വിജയനല്ല വേറെ ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധരിക്കില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത് ധരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് ആൻ ഇഷ്യൂ. പണ്ടായിരുന്നെങ്കിൽ എനിക്കതിന് കഴിയുമായിരുന്നു. ഇപ്പോൾ ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുകയും എന്നെ തടയാൻ വരുന്ന പോലീസുകാരനോട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുകയും ഒരു FIR ഇടാൻ പറയുകയും ഞാൻ കോടതിയിൽ പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കോടതിയിൽ എനിക്ക് പണ്ടത്തെ പോലെ വിശ്വാസമില്ല. പണ്ട് ഒരു കാലത്ത് പറഞ്ഞില്ലേ, ഇവിടുത്തെ കോടതിയിൽ ശിവരാമൻ നായരും ഭട്ടുമൊക്കെ ഇരിക്കുമ്പോൾ, ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അറിയാം, വെള്ളാപ്പള്ളി നടേശനെ 24 മണിക്കൂറിന് അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവ് പാസാക്കിയ ഒരു ജഡ്ജ് കൊല്ലത്ത് കോടതിയിലുണ്ടായിരുന്നു. അങ്ങനെ ആളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോടതിയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ധനാപകരണം നടത്തിയിട്ട് സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ധനാപകരണം നടത്തിയിട്ട് പോലീസുകാർ അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റ് കോർട്ട്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ആ റിപ്പോർട്ടുകളെല്ലാം വലിച്ചു കയറി കളഞ്ഞുകൊണ്ട് പോയി ശരിക്ക് റിപ്പോർട്ട് എഴുതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ശരിക്ക് റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ധനാപകരണം നടത്തിയെന്ന് കണ്ടു. അദ്ദേഹത്തിന് ശിക്ഷിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് വൃദ്ധനായ ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നത്? അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ എത്രയോ കടുത്ത പാതകങ്ങൾ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് എപ്പോഴും ഒരു കാലത്തും വ്യക്തിപരമായ യാതൊരു ശത്രുതയില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായല്ല എതിരിട്ടത്. ഞാൻ എൻ്റെ സംഘടനയുടെ പേരിൽ അതിൻ്റെ ഒരു അംഗമെന്നുള്ള നിലയിൽ സാധാരണ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് സാധാരണ ഞാൻ സംസാരിക്കുന്ന ശൈലിയിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് അത് വൂണ്ട് ചെയ്തില്ല, പക്ഷേ വേറെ ആരെയൊക്കെ അത് വൂണ്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പ്രതികാര നടപടി കാണിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയില്ല. അദ്ദേഹം മാത്രമല്ല ഈ തരത്തിൽ ധനാപകരണം നടത്തുന്ന ഒരാൾ. അദ്ദേഹത്തെക്കാളും എത്രയോ മടങ്ങ് പൊതുഖജനാവ് കൊള്ള ചെയ്യുന്ന ആൾക്കാരിവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുകയില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ നിയമം വയലേറ്റ് ചെയ്ത്, പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്ത് ഒരു കോടതിയിൽ പോയി ഇത് ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, കോടതിയിൽ നിന്നൊക്കെ വരുന്ന നിഗമനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അവർ ഈ നമ്മുടെ ഒരു ഒഫീഷ്യൽ ലൈനെ പിന്തുടർന്നുകൊണ്ടുള്ള നിഗമനങ്ങളാണ് വരുന്നത്. അതിൽ നിന്ന് സ്വതന്ത്രമായുണ്ട്. അതായത് സുപ്രീം കോടതി ഗവൺമെൻറ്റിനെ ഒന്ന് വിമർശിക്കാം, അല്ലെങ്കിൽ മറ്റൊരൊന്ന് വിമർശിക്കാം എന്നുള്ളതല്ലാതെ ഈ തരത്തിൽ ഇവർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ആക്യുറസിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കോടതി ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുന്ന കോടതി ഇവിടെ ഇല്ല. വാട്ട് ഈസ് ദി നെസസിറ്റി ഓഫ് ദി ടെസ്റ്റ് എന്നൊരു ചോദ്യം ചോദിക്കുന്ന കോടതി ഇവിടെ ഇല്ല. ഇത് ഒളിവിൽ കൊണ്ട് നടക്കുന്നവർ ഈ രോഗം പരത്തുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുമെന്നുണ്ടെങ്കിൽ അതെവിടെയൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നൊരു കോടതി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ ഒരു കോടതി എന്നെ പിടിക്കും, ശിക്ഷിക്കും എന്നുള്ളതിൽ കഴിഞ്ഞ് ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്ത് ഞാൻ പരസ്യമായിട്ട് പുറത്തിറങ്ങാൻ നടക്കാത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കെ എനിക്ക് പറയാനുള്ളത്, ഇവർ നടത്തിയ ഒരു സ്റ്റഡി, അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, പക്ഷേ ഇത് ഒരാൾ മാത്രം പറയുന്ന അഭിപ്രായമല്ല. ചില സ്ഥാപനങ്ങൾ ഈ തരത്തിലുള്ള സ്റ്റഡി നടത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഒരു നേസൽ ഡിസ്കംഫർട്ട് 48% പേർക്ക് ഇത് പ്രൊലോങ്ഡായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകും. ഡ്രൈനെസ് ഓഫ് നോസിൽ ഒരു തരം ഡ്രൈനെസ്, വരൾച്ച ഉണ്ടാകും. റെഡ്നെസ് ഓൺ ഫേസ് നമ്മളിപ്പോൾ ഈ പുതിയ ഇനം വൈറസിൻ്റെ ഒരു സ്വഭാവമായിട്ടൊക്കെ പറയുന്നുണ്ട്. റെഡ്നെസ് ഓൺ ഫേസ്. എക്സസീവ് സ്വെറ്റിംഗ് അറൗണ്ട് ദി മൗത്തിന് ചുറ്റും എക്സസീവായിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാകും. ഡ്യൂ ടു ദി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എയർ ഇൻ ദി ഡെഡ് സ്പേസ് ബിനീത്ത് ദി മാസ്ക്. അതായത് ദർ ഇസ് എ ഡെഡ് സ്പേസ് ബിനീത്ത് ദി മാസ്ക്. അതൊരു ഡെഡ് സ്പേസാണ്. മാസ്കിന് താഴെയുള്ള ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് ഡെഡ് സ്പേസാണ്. അതുകൊണ്ട് അവിടെ സ്വെറ്റിംഗ് ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
നോർമൽ ഫിസിയോളജിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക പ്രദേശമായത് മാറിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടർമാർക്ക് അറിയാം, ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം, ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിൽ നമ്മൾ ഇത്രയും സ്ഥലത്ത് ഒരു നിരോധനാജ്ഞ നടപ്പിലാക്കുമ്പോൾ അത് ഒരു ഡെഡ് റീജിയനായിട്ട് മാറുകയാണ്. ഇത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. അതൊരു ഡെഡ് റീജിയനായിട്ട് മാറുകയാണ്. അവിടെ സ്വെറ്റിങ് ഉണ്ടാകും ഇൻ കമ്പാരിസൺ ടു ദി ആംബിയൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഉള്ള മറ്റ് പുറമേയുള്ള ടെമ്പറേച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുകൊണ്ടാണ് ആംബിയൻ ടെമ്പറേച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സ്പേസ് ആയതുകൊണ്ടാണ് അതൊരു ഡെഡ് സ്പേസ് ആണെന്ന് പറയുന്നത്. ഇനി അടുത്തത് 30%, അത് 67.6% പേർക്കാണ് ഈ കംപ്ലൈൻറ്റ് ഉള്ളത്. 30% പേർക്ക് പെയിൻ ഓൺ ദി നോസ്, അതൊക്കെ പോട്ടെ. 45.2% പേർക്ക് പെയിൻ ബിഹൈൻഡ് ദി ഇയർ, അതിവിടെ വലിച്ചു കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. 58.2% പേർക്ക്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഈ പരിശോധിച്ചതിൽ 58.2% പേർക്ക് ഡെവലപ്ഡ് ട്രബിൾ ബ്രീത്തിങ് ഓൺ എക്സർഷൻ. എന്തെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ദേ ഡെവലപ്ഡ് ട്രബിൾ ബ്രീത്തിങ് ഓൺ എക്സർഷൻ വൈൽ ബെയറിംഗ് മാസ്ക് വിച്ച് ഈസ് പ്രോബബ്ലി ഡ്യൂ ടു ദി ടൈറ്റ് മാസ്ക് കാസിംഗ് ഹൈപ്പർകാപ്നിക് ഹൈപ്പോക്സിക് എൻവയോൺമെൻറ്റ്. ഹൈപ്പർകാപ്നിക് ആൻഡ് ഹൈപ്പോക്സിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ഹൈപ്പർകാപ്നിയ എന്ന് പറയുന്നത് ഏതാണ്ട് റെസ്പിറേറ്ററി ഡെത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു പൾമണറി ഒബ്സ്ട്രക്ഷൻ്റെ അവസ്ഥയാണ്. അപ്പോൾ 58.2% പേർക്ക് ഇത് മാസ്ക് ടൈറ്റായിട്ട് ധരിക്കുന്നത് മൂലം ഹൈപ്പർകാപ്നിക് ഹൈപ്പോക്സിയ നമുക്കറിയാം, ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നമുക്ക് ആവുന്നതിലും കൂടുതലുണ്ടായി വരികയും ഓക്സിജൻ റേറ്റ് കുറയുകയും ചെയ്യുന്നു. നമുക്കത് ഓക്സിമീറ്റർ വെച്ചൊക്കെ കുറേയൊക്കെ പരിഹരിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഈ രണ്ട് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഇവരുടെ മാത്രം കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഇത് N95 മാസ്ക് ധരിക്കുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. പിണറായി വിജയൻ പറയുന്നത് N95 മാസ്കിന് പുറമെ വേറൊരു മാസ്കും കൂടെ പുറത്ത് ധരിക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം നിർദോഷമായിട്ട് പറയുന്നതാണെന്ന് ഞാൻ കരുതുന്നത്. അത് കച്ചവടം നടക്കട്ടെ എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കാം, എന്തായാലും നിർദോഷമായിട്ടാണ് പറയുന്നത്. അത് വലിയ അപകടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ പ്രൊലോങ്ഡായിട്ട് ഇത് ധരിച്ചതിൽ നിന്ന് ഇപ്പോൾ ഈ സെക്കൻഡ് വേവ് ഉണ്ടായി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഫെക്ഷൻ കൊണ്ടല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് മാസ്ക് ജനറേറ്റഡ് ആയിട്ടുള്ള ശ്വാസം മുട്ടലിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴേറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഓക്സിജൻ ലെവൽ താഴോട്ട് പോകുന്നു. ഒരു വർഷമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പലരും വീട്ടിനുള്ളിൽ സർവ്വസമയവും ഇത് കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പുറത്തു പോകുമ്പോൾ സർവ്വസമയം കെട്ടാനൊരു ബാധ്യസ്ഥരാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാലകളിൽ ചെല്ലുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഴിക്കുക, പെട്ടെന്ന് വന്നിട്ട് ഉടനെ തന്നെ അത് ബൈൻഡ് ചെയ്യുക എന്നുള്ള തരത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അത് പുറത്ത് സഞ്ചരിക്കുമ്പോഴാണെന്നുള്ളത്. അവർ വീട്ടിനുള്ളിലും എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത ബന്ധുക്കൾ, ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരിത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അഴിച്ചു വയ്ക്കുക. ഒന്നാമത് ആസ്മയുള്ള എൻ്റെ ഒരു ബന്ധുവാണ്, അതുകൊണ്ട് ഒരു യാതൊരു കാരണവശാലും ഇത് കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൾമണറി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഇത് കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ചിലർ ഈ പറഞ്ഞതുപോലെ ഈ തരത്തിൽ പൾമണറി ഒബ്സ്ട്രക്ഷൻ ഡിസീസ് ഉള്ള ആൾക്കാർ, പലതരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ഇതൊക്കെ ഒരു വർഷമായിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നാൽ ഹൈപ്പോക്സിയയുടെ, അതായത് ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറയുന്ന പ്രശ്നമുണ്ടാകും. ഇതൊന്നുമില്ലെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക്, എനിക്കറിയാം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു അധ്യാപകൻ,
ആ അധ്യാപകൻ്റെ ഒരു ഡോട്ടറില്ല. രാവിലെ അവർ അവരുടെ ജോലി സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചു. അന്ന് ഇതൊന്നുമില്ല. സംഭവം ഹൈപ്പോക്സിയാണ്. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലർക്ക് അങ്ങനെ അബ്രപ്റ്റായിട്ട് അങ്ങനെ ഇത് ഉണ്ടാകും. അതെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം, ഉറക്കമില്ലായ്മയും മറ്റേതുപോലെ എന്തെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിരിക്കാം, ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ കുട്ടി അത് കണക്കാക്കിയിട്ടില്ല. അത് സാധാരണ പോകുന്ന പോലെ പോയി കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രൊലോങ്ഡായിട്ട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് സെക്കൻഡ് വേവിൽ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു മാനേജ്. എന്തുകൊണ്ടാണ്? അവിടെ ശ്വാസം മുട്ടില്ല, അവർ സപ്രസ് ചെയ്യുകയാണ്. ഇന്നലെ ഒരാളിരുന്നുകൊണ്ട് ഈ സെക്കൻഡ് വേവിൽ വന്നിരിക്കുന്ന രണ്ടാം തരം ഈ അണുബാധയെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് ശരീരത്തിലൊക്കെ പാടുകൾ വരുന്നു, ഹെഡേക്കാണ് ഏറ്റവും വലിയ ലക്ഷണം, ഇങ്ങനെ കുറേ 7 ലക്ഷണങ്ങൾ പറയുമ്പോഴും ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് അങ്ങ് സപ്രസ് ചെയ്യുകയാണ്. എന്താണ് ഓക്സിജൻ കൂടുതലായിട്ട് വേണ്ടി വരുന്നത്? 1.5 വർഷമായിട്ട് മാസ്കിൻ്റെ തടങ്കലിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഏരിയ നമ്മുടെ ഫിസിയോളജിയുടെ 2 പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഹ്യൂമൻ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഈ മൂക്കും വായയും എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിയോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ്. അതിനെ ഒരു ബാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ 1.5 വർഷം കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, പ്രത്യേകിച്ച് വാർദ്ധക്യ ദിശയിലെത്തിയിരിക്കുന്നവർക്ക്, ചെറുപ്പക്കാരുടെ ഇടയിലും അതുണ്ടാകാം, ഈ തരത്തിൽ ഇത് ഡെവലപ്പ് ചെയ്യുക. ഈ തരത്തിൽ ഹൈപ്പോക്സിയയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും, ശ്വാസം മുട്ടൽ കണ്ടു തുടങ്ങും. ചിലപ്പോൾ പെട്ടെന്ന് അബ്രപ്റ്റായിട്ടായിരിക്കും അത് വരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഒരു സിസ്റ്റത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് എസ്കലേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് അങ്ങനെ ഒരു അനിർവചനീയമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്ഥിരമായിട്ട് തടഞ്ഞു നിർത്താം. കാര്യം വി സ്റ്റിൽ കണ്ടിന്യൂ ഇറ്റ്. നമ്മളിത് അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളിതിൻ്റെ പ്രതിരോധം തുടങ്ങി, ഇതുമൂലം ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പ്രതിരോധം തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല, യു സ്റ്റിൽ കണ്ടിന്യൂ ഇറ്റ് എന്നുള്ളൊരവസ്ഥയിലാകുമ്പോഴത്തേക്ക് ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. നിങ്ങളിത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. അതിന് നിങ്ങളൊരു വെൻറ്റിലേറ്ററിൽ എടുത്തുകൊണ്ട് പോയി നിങ്ങളെ ന്യൂമോണിക് ആക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഈ പറഞ്ഞില്ലേ ഓക്സിജൻ സിലിണ്ടർ വാങ്ങിയത് കൊണ്ടോ ഈ മരണത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനാകില്ല. ഓക്സിമീറ്റർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് തൽക്കാലം ഒരാൾ കുഴഞ്ഞ് വീഴുമ്പോൾ അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ദാറ്റ് ഹസ് ബീൻ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഇഗ്നോറൻസ്, അതായത് നമ്മളെല്ലാം രാസായുധം ഒളിവിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ബുഷ് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചു. നമ്മളെല്ലാം രാസായുധം കൊണ്ട് നടക്കുന്നവരാണ്, ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ആ രാസായുധത്തിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ 1,50,000 പേര് ദിവസം വിധേയരാക്കുകയും അവർ രാസായുധം കൊണ്ട് നടക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കുകയും ആയതിനാൽ അവർ രോഗികളാണെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ മൂക്കും വായയും മൂടിക്കെട്ടുകയും അവരുടെ ഫിസിയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തുറമുഖങ്ങളെ നമ്മൾ അടച്ചു വയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ടാകുമെന്നാണ് സാമാന്യമായിട്ട് വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത്. പക്ഷേ ബുഷ് ഒരിക്കലും പറയില്ല. ഞാൻ ബുഷിൻ്റെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാമുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബുഷ് മനസ്സിലായി. അയാൾ തന്നെയാണോ എന്ന് പ്രസിഡൻ്റെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബുഷിനെ കുറിച്ച് പറയുന്നത് ബുഷ് ഒരിക്കലും പറയില്ല. ബുഷ് പറയുന്നത് ഇത് ധരിച്ചുകൊണ്ടിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്തായാലും സർജിക്കൽ മാസ്ക് ആയാലും N95 ഇപ്പോഴത്തെ ഒരു പ്രൊഡക്ഷനാണ്, അന്തർദേശീയമായിട്ട് ഫ്ലോട്ട് ചെയ്തൊരു പ്രൊഡക്ഷനാണ് N95. നോൺ മെഡിക്കൽ പീപ്പിൾ ഇത് ധരിക്കേണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും. എന്നാലും 2 or 3 ലെയർ ആയിക്കോട്ടെ എന്ന് അതും അവർ തന്നെ പറയും. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത്, നമ്മളിപ്പോൾ നടത്തിയൊരു ഒബ്ജക്റ്റീവ് സ്റ്റഡിയിൽ 58.2
ശതമാനം പേർക്ക് ഹൈപ്പർ കാപ്നിയയുടെയും ഹൈപ്പോക്സിയയുടെയും ആ ഒരു ട്രാക്കിലോട്ട് പോകുന്ന തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഓക്സിമീറ്റർ കൊണ്ടുള്ളൊരു ചികിത്സ മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഓക്സിജൻ സിലിണ്ടറെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടറിനെ പറ്റി പറയുന്നത് അവിടെ ഇരിക്കുന്ന കെജ്രിവാളിനൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കെജ്രിവാളിന് ഇതിൻ്റെ ഈ മാസ്ക് കിട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും കെജ്രിവാളിന് അറിഞ്ഞുകൂടാ. പറയുന്ന ഡോക്ടർമാരാണ്, അവിടെ CDC ഇരിക്കുന്നവരാണ് പറയുന്നത് ഇത് കെട്ടിക്കോ എന്ന് പറയുകയാണ്. നമ്മൾ കെട്ടുകയാണ്, 2ഉം 3ഉം കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സുരക്ഷിതരായിരിക്കും, ഒരിക്കലും മരിക്കുകയില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ടൈറ്റ് മാസ്ക് കാസ്കിങ് ഹൈപ്പർ കാപ്നിക് ഹൈപ്പോക്സിയ എൻവയോൺമെൻറ്റ് leading to numerous psychological and physiological alterations such as cardiorespiratory stress. അതായത് ഒരുപാട് ഇങ്ങനെ ഇത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന 58.2% പേർക്ക് ഹൃദയവുമായിട്ട് ശ്വാസസംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മെറ്റബോളിക് ഷിഫ്റ്റ്, നമ്മുടെ മൊത്തം മെറ്റബോളിസത്തിൽ അത് അപ്സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദി റെസ്റ്റ് ഓഫ് ദി സിംറ്റംസ് പറയുമ്പോഴത്തേക്ക് ട്രൈ മൗത്ത്, ഹാലിയോസിസ്. ഈ ട്രൈ മൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു ഇത് വരും. അതിപ്പോൾ പറഞ്ഞില്ലേ ഇതിനകത്ത് വരുന്നത് നേസൽ ബ്ലോക്ക്, സെൻസ് ഓഫ് നേസൽ സ്റ്റിഫ്നെസ്, ക്രസ്റ്റിംഗ് ഇൻ ദി നോസ്. അപ്പോൾ നോസിൽ വരുന്നത് നേസൽ ബ്ലോക്ക് വരും, സെൻസ് ഓഫ് നേസൽ സ്റ്റിഫ്നെസ് വരും. അപ്പോൾ മണം അറിയാൻ പറ്റില്ല. കൂടുതൽ കാലം ഇത് കെട്ടിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് മണം അറിയാൻ പറ്റില്ല. പിന്നെ ഈ ഡ്രൈ മൗത്തും മറ്റും കൊണ്ട് ഒരു പരിധിവരെ ലോസ് ഓഫ് ടേസ്റ്റും സംഭവിക്കും. അതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അന്നും നമുക്ക് ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി പോകുന്ന പരിപാടിയൊന്നുമില്ല. 4 ദിവസം അങ്ങ് പട്ടിണി കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു രുചിയും തോന്നുന്നില്ല. അന്ന് നമ്മളൊരു മുറി കിടക്കുന്നു, പനിയാണ്, പനി പകരാതിരിക്കാനായിട്ട് അമ്മ അവിടെ സമയാസമയങ്ങളിൽ വന്ന് നോക്കും, തലയിൽ ഇത് കൊണ്ട് തരും, വല്ല മരുന്ന് ഒക്കെ ഉണ്ടാക്കി മരുന്ന് കൊണ്ട് തരും. അത് കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വരും. വന്നു കഴിയുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വെച്ചാൽ ഒരു രുചിയും തോന്നുന്നില്ല. അത് ഈ വൈറസ് ബാക്ടീരിയ വരുന്നുണ്ടല്ല, അല്ലാതെ തന്നെ വരും. അത് മാസ്ക് കിട്ടിയില്ലെങ്കിലും വരും, ഒരു പനി വന്നാലും വരും, ഈ അതായത് ലോസ് ഓഫ് ടേസ്റ്റും ഈ ഇതിൻ്റെ ലോസ് ഓഫ് സ്മെല്ല് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ജലദോഷം വന്നാൽ തന്നെ നമുക്ക് മണത്ത് നോക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ദീർഘകാലം നിങ്ങൾ മൂക്കും വായും മൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാത്തത്? ഇത് രണ്ടും സംഭവിക്കും. ഇത് കൊറോണ വൈറസ് കാരണമാണ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ മാസ്ക് നമ്മൾ കെട്ടുന്നു എന്നുള്ളത് ഒരു രോഗപ്രതിരോധത്തിനാണ്. അതിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ബൾഗേറിയയിലെ ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനെ ഒന്ന് കാണിച്ചതാ. 1994 അവിടുത്തെ സൂററ്റിലെ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളിത് ശരിക്കും സ്പെസിഫിക് ആയിട്ട് ഒന്ന് കാണിച്ചതാ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് RT-PCR കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെന്തൊക്കെ ഉപദ്രവങ്ങളാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളൊന്ന് വളരെ സ്പെസിഫിക് ആയിട്ടൊന്ന് പറഞ്ഞതാ. അതില്ലാതെ നമ്മൾ വായും മൂക്കും മൂടിക്കെട്ടി കഴിയുമ്പോഴത്തേക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ അവസ്ഥ വഷളാകുകയും അവനൊരു നിത്യരോഗാവസ്ഥയിലേക്ക് പോവുകയും അതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഈ കാർഡിയോ റെസ്പിറേറ്ററി സ്ട്രെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ മനുഷ്യരെത്തിച്ചേരുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്മാരുടെ സംഘം നടത്തുന്ന
ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ മാസികയിൽ അവർ ഡീറ്റെയിൽഡായിട്ട് എഴുതി വന്നതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞത്. കാർഡിയോ പൾമണറി സ്ട്രെസ് എന്ന് പറയുന്നത് അതിന് കാരണമായി തീരും. ലോസ് ഓഫ് ടേസ്റ്റ് വരും, ലോസ് ഓഫ് സ്മെല്ല് വരും. അത് പിന്നെ അല്ലെങ്കിലും വരും. കടുത്ത പനിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നീട് ആദ്യം നമ്മൾ കഞ്ഞിയാണ് കുടിക്കുന്നത്. അത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് രുചി തോന്നുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ അത് ഒരാഴ്ച വരും നമുക്ക് ഈ ടേസ്റ്റ് തിരിച്ച് കിട്ടാനായിട്ട്. സ്മെല്ലിന് അത്രയും വലിയ പ്രശ്നമില്ല. അത് ഇതിൻ്റെ ഈ നമ്മുടെ ഈ നേസൽ ബ്ലോക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിട്ട് വരും. അപ്പോൾ നമ്മളിതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുതിയ ലക്ഷണങ്ങൾ പറയുമ്പോഴത്തേക്ക് ലോസ് ഓഫ് ടേസ്റ്റ് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇതിനൊക്കെ ഒരു വൈറസ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്ത് വന്ന് കയറിയിരുന്നതൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. പണ്ട് മുതലേ നടപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ ഈ പറഞ്ഞില്ലേ പുതിയ പുതിയ ഇനങ്ങളെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ വരട്ടെ. ഒരുപക്ഷെ നിപ്പ വൈറസ് പോലെ വന്നിട്ട്, അല്ലെങ്കിൽ എബോള പോലെ വന്ന്, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വന്ന്, ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൂട്ട ടെസ്റ്റ് പ്രയോഗം എന്ന് പറയുന്നത്, ടെസ്റ്റ് വിലയ്ക്ക് വാങ്ങി ചെയ്യുന്ന ഈ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ദിവസവും ഇത് ആവർത്തിക്കുമ്പോൾ, അത് പറഞ്ഞപ്പോഴത്തേക്ക് KGMOക്കാരെ കൊണ്ട് ലോക്ക്ഡൗൺ കൊടുപ്പിക്കണമെന്ന് പ്രസ്താവന കൊടുപ്പിക്കാൻ വേണ്ട തരത്തിൽ വാശി പിടിപ്പിക്കുമ്പോൾ ഒരാൾ അയാളുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ കുലയ്ക്ക് കൊടുക്കുകയാണ്. ഇത് ഒരാളുടെ നിയന്ത്രണത്തിലാണ്. അയാൾ ഒരു സമൂഹത്തെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കുകയാണ്. അതിനയക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കുറേ രേഖകളും കിട്ടും. പക്ഷേ അയാൾ മനസ്സിലാക്കേണ്ടത്, അയാൾക്ക് കിട്ടുന്ന രേഖകൾക്ക് നേരെ വിപരീതമായ വേറെ ഒട്ടനവധി രേഖകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് നടത്തുന്ന ഒരു സ്റ്റഡി, അതിൻ്റെ ഒരു പൂർണ്ണരൂപം എനിക്ക് കിട്ടിയതാണ്. പക്ഷേ അത് രണ്ടാമതെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അത് കിട്ടുന്നില്ല. അത് ജേണൽ ഓഫ് അഫക്റ്റീവ് ഡിസോർഡേഴ്സാണ്. ദി പ്രോബ്ലം വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്ട്രെസ് ഫ്രം അവർ കമ്മ്യൂണിക്കേഷൻ സ്ട്രെസ് എന്നുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സ്ട്രെസ് ഓവർലോഡ് മേ അഫക്റ്റ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് സ്ട്രെസ് ഓവർലോഡ് എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. സ്ട്രെസ് മേ അഫക്റ്റ് ദി മെൻ്റൽ ഹെൽത്ത്. അത് പറഞ്ഞിട്ട് മൗത്ത് കവറിങ്സ് ഹാമ്പർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസിങ് സ്ട്രെസ് ദാറ്റ് പോസിബിളി കോംപ്രമൈസസ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ, അതായത് കമ്മ്യൂണിക്കേഷൻ അത് ഹാമ്പർ ചെയ്യുമ്പോൾ, നമ്മുടെ കൊച്ചുങ്ങൾ ഈ പാവപ്പെട്ട കുട്ടികളാണ്, ഇതിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്കിൽ തവള ഇങ്ങനെ ശ്വസിക്കുന്നത് പോലെ ഇങ്ങനെ ഇത് കിടന്നിങ്ങനെ അടിക്കുന്നതാണ്. എന്തിനാ എൻ്റെ കുട്ടികളെ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൗത്ത് കവറിങ്സ് ഹാമ്പർ കമ്മ്യൂണിക്കേഷനെ ഹാമ്പർ ചെയ്യുന്നു. ഇൻക്രീസിങ് സ്ട്രെസ് ദാറ്റ് പോസിബിളി കോംപ്രമൈസസ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. മോസ്റ്റ് പ്രസൻറ്റ് മൗത്ത് കവറിങ്സ് ഹാവ് ലിമിറ്റഡ് ആൻറ്റിവൈറൽ എഫിക്കസി. അവർ പറയുന്നത് ഈ പറയുന്ന ഈ കവറിങ്സിന് അങ്ങനെ പറയത്തക്ക ഒരു ആൻറ്റിവൈറൽ എഫിക്കസി ഇല്ല. ആൻറ്റിവൈറൽ എഫിക്കസി ഇല്ലെങ്കിൽ പോലും, അത് കടന്നാൽ പോലും ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ആൻറ്റിവൈറൽ എഫിക്കസി ഈ പറയുന്ന മാസ്കിനൊന്നും ഇല്ല. അതിന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എത്ര നാനോ ഇതാണ് ഇതിൻ്റെ ഈ വോളിയം എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന ഈ സുഷിരങ്ങളിൽ കൂടെ കടന്നു പോകും. അതായത് ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന ഒരു മാസ്കിൻ്റെ സുഷിരങ്ങളിൽ കൂടി കടന്നു പോകാവുന്നതിനേക്കാളും വളരെ ചെറുതാണ്, വലിയ വാതിലാണ്. നമ്മളെന്തായാലും ഈ പറഞ്ഞില്ലേ, ഒരു റെസ്പിറേഷനൊക്കെ നമ്മളിതിൽ കൂടെ നടത്തുന്നുണ്ടല്ലോ, വായു പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ. വായു പുറത്തേക്ക് വിടാൻ വേണ്ടി നമ്മുടെ മാസ്കിലുള്ള സുഷിരങ്ങളെക്കാളും എത്രയോ മടങ്ങ് ചെറുതാണ് ഈ അണുക്കൾ എന്നുള്ളത് കൊണ്ട് ഈ അണുക്കൾക്ക് നിർബാധം ഇതിൽ കൂടെ ഞാൻ കടന്നു പോകാം. അണുക്കൾ ഇത് കണ്ടിട്ട് അയ്യോ ഇത് N95 ആണല്ലോ, ഇത് അമേരിക്കക്കാരുണ്ടാക്കിയതാണല്ലോ എന്ന് കണ്ടിട്ടങ്ങ് തിരിച്ചു പോവുകയില്ല. എന്നുവെച്ചാൽ അവർക്കൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എഫിക്കസി എന്ന് പറയുന്നത് തന്നെ സംശയാസ്പദം. അതല്ല, ഇത് ധരിച്ചാലും ധരിച്ചില്ലെങ്കിൽ ഇതകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ പോലും അത്രയും ഹാംഫുൾ, ഇറ്റ്സ് എ ഹാംലെസ് വൈറസ് എന്നുള്ളതാണ്
അസസ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞില്ല, ബൾഗേറിയൻ ഡോക്ടർ പറഞ്ഞത്. ഒരു ഹാംലെസ് വൈറസ് ആണ്, അത് വലിയ ശല്യങ്ങൾ ഉണ്ടാക്കുകയില്ല, അതിന് നമ്മൾ ഇച്ചിരി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ അങ്ങ് പൊയ്ക്കൊള്ളും. പക്ഷേ നിങ്ങൾ ഈ മാസ്ക് ധരിച്ച് തടഞ്ഞു കെട്ടി ഇതൊരു അക്യൂട്ട് കാർഡിയാക് റെസ്പിറേറ്ററി ഇഷ്യൂ ആക്കി മാറ്റരുത് ദയവായിട്ട്. മരിച്ചു പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതെപ്പോഴും ധരിക്കുക എന്ന് പിണറായി വിജയന് പറയാം. പിണറായി വിജയൻ എപ്പോഴൊക്കെ ധരിക്കുന്നുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. പിണറായി വിജയന് ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. പിണറായി വിജയൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് വലിച്ചു കെട്ടിയിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണ്ട് പാവം ശൈലജ ടീച്ചറും ഇത് കെട്ടണമെന്നും പറഞ്ഞിട്ട് 2-3 മാസ്കൊക്കെ കെട്ടിയിട്ട് നടക്കും. ശൈലജ ടീച്ചറിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടെ നടക്കുന്നവർക്കും എന്തുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിപ്പോൾ ഇതിൽ ഇത്രയും പെർസെൻറ്റേജ് 58% പേർക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ടല്ല, സ്വാഭാവികമായ അതിന് സാധ്യതയുണ്ട്. ഒന്ന്, ഇതിൻ്റെ എഫിക്കസി ഓഫ് ഈ മാസ്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും യുക്തിസഹമായിട്ടുള്ളത്. അതായത് നമുക്ക് ശ്വാസം അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും ഈ മാസ്ക് കൂടെ കഴിയണമെങ്കിൽ അതിനുള്ള സുഷിരങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ സാധനത്തിന്, ഈ പറയുന്ന ഈ അണുവിന് അത്രയും സ്പേസ് കൂടെ അകത്തോട്ട് കടന്നു പൊയ്ക്കൂടെ എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. അതിൻ്റെ അളവെന്താണ്, അതിൻ്റെ വോളിയം എന്താണ്, അതിന് എന്തുകൊണ്ട് കടന്നു പൊയ്ക്കൂടാ എന്നുള്ളതാണ്. നിങ്ങളിത് കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു തടസ്സം കാണുന്നു എന്ന് വിചാരിച്ച് അത് കടന്നു പോയിക്കൂടാന്നില്ല. അത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, തൊടുമ്പോഴത്തേക്ക് തൊടുന്ന സ്ഥലത്ത് ബൈ ടച്ച് ഇറ്റ് മേ ബി ഇൻഫെക്റ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ടച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള സ്പേസാണ്. അതുപോലെ ഹാർഡായിട്ടുള്ള സ്പേസാണ്. അതിൽ കൂടെ അതിന് കടന്നു പോകണമെങ്കിൽ എന്താ കടന്നു പോകാൻ വയ്യാത്തത്? പ്രത്യേകിച്ചും ഇത് ഈ പറഞ്ഞില്ലേ, ഇത് കടന്നു പോകാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഏറെക്കൂടെ അങ്ങനെ വ്യാപിക്കുന്ന ഒരു സാധനം അല്ല. അതുകൊണ്ട് മാസ്ക് കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തോടുള്ള പാതകമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഭാഷ പരുഷമായി തീരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പരിഗണിക്കാതെ ഞാൻ പോത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, ജന്മനാ ഞാനൊരു പോത്താണ്, എന്നിട്ട് ഞാനിപ്പോൾ ഒരു പോത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, എൻ്റെ കയ്യിൽ കാലൻ്റെ കയറുണ്ട്. ഭരണം എന്ന് പറയുന്നത് കാലൻ്റെ കയറാണ്. ഈ കാലൻ്റെ കയർ ഉറപ്പാണ്, എല്ലാ കാലവും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഇതുകൊണ്ട് ഞാൻ ഒരു ജനതയെ മുഴുവൻ മൃതപരവശമാക്കും, അല്ലെങ്കിൽ മൃതതുല്യരാക്കി തീർക്കും. അവർക്ക് വേണ്ടി ഞാൻ വളരെ ബൃഹത്തായ ശ്മശാനങ്ങൾ നിർമ്മിക്കും എന്നു പറയുന്ന വിവരക്കേടാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിണറായി വിജയ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒറ്റിക്കൊള്ളൂ, എനിക്കതിൽ പരാതിയില്ല. നിങ്ങൾ ന്യൂ ലിബറലിസത്തിൻ്റെ യജമാനന്മാരെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനായി തീരുകയും നിങ്ങൾക്ക് വേണ്ടി കേരളം വഴി ഒരുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യരുത്. കാലൻ്റെ കയർ ഇനിയും 2-ാം തീയതിക്ക് ശേഷവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായാലും ഈ സമരം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഇൻ സോളിറ്റ്യൂഡ് വി ഹാവ് ദി മൾട്ടിറ്റ്യൂഡ്സ്. ഈ സോളിറ്റ്യൂഡിൽ അനന്തമായ ഒരു സമുദായത്തിൻ്റെ, ഒരു ജനക്കൂട്ടത്തിൻ്റെ, ജനനിബിഡമായ ഒരു ജനതയുടെ സംഘർഷത്തിൻ്റെയും
വേവലാതികളുടെയും പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും മരണങ്ങളുടെയും മരണസമാനമായ ജീവിതത്തിൻ്റെയും പ്രഹേളികകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ അഭ്യാസം അവസാനിപ്പിക്കണം. മാഷ് പറയുന്നത് പോലെ പറയുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുക. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാന ശ്വാസം നിലയ്ക്കും വരെ മാഷ് പറഞ്ഞു. പാഠം നിലച്ചുപോയി എന്നുള്ളത് കൊണ്ട് പാഠം ഇല്ലാതായിത്തീരുന്നില്ല. പാഠം ശബ്ദിച്ചു കൊണ്ടിരിക്കും. പാഠം പറഞ്ഞുകൊണ്ടിരിക്കും. മാഷ് നമ്മളെ വിട്ടുപോയി. പാഠത്തിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. എന്നിട്ടും പാഠം പറഞ്ഞുകൊണ്ടിരിക്കും. പറയുക 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 എന്നുള്ളത് നമ്മുടെ ദൗത്യമായതുകൊണ്ട് ഇത് ഒരു തിരുത്തലിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എമ്മിനോടൊപ്പം പോയി BJPയിൽ ചേരാം. SNC ലാവിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് സുപ്രീം കോടതിയിലെ പാതാരവിന്ദങ്ങളിൽ വീഴാം, അല്ലെങ്കിൽ CBIയുടെ പാതാരവിന്ദങ്ങളിൽ വീഴാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അതിനാരും ചോദ്യം ചെയ്യാൻ മുതിരുന്നില്ല. പക്ഷേ നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്ന അപരാധങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്.